കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. പീതാംബരം കരവിരാജിതചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സംപൂജ്യരായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഭഗവാന്റെ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ശ്രീമദ് നാരായണീയ സത്രം, ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ തന്നെ വളരെ പുണ്യമായിട്ടാണ് മനസ്സിൽ കരുതുന്നത്. അതിന് ഒരുക്കി തന്ന ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും ആദ്യം തന്നെ ഒരു കൃതജ്ഞത അറിയിക്കുന്നു. കാരണം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വെച്ച് ഭഗവാന്റെ കഥകൾ പറയാൻ കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് അതിലും വലിയൊരു കാര്യം വേറില്ല. അങ്ങനെയുള്ള ആ സ്ഥലശുദ്ധി ഏറ്റവും പ്രധാനമാണല്ലോ. ഏതൊരു യജ്ഞത്തിനും സ്ഥലശുദ്ധി ഏറ്റവും പ്രധാനമാണ്. ദ്രവ്യശുദ്ധി, കർമ്മശുദ്ധി, മനഃശുദ്ധി, സ്ഥലശുദ്ധി എന്നൊക്കെ പറയും. ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ വളരെ ശുദ്ധാവണം, ദ്രവ്യശുദ്ധി. കർമ്മശുദ്ധി, കർമ്മം അതും ശുദ്ധമായി ചെയ്യണം. ചെയ്യുന്ന സ്ഥലം അതും നന്നാവണം, സ്ഥലശുദ്ധി വളരെ പ്രധാനമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് നടത്തുന്ന ഈ ഒരു പരിപാടി നാരായണീയ യജ്ഞം. നാരായണീയം നടത്തിയത് തന്നെ, നാരായണീയം രചിച്ചത് തന്നെ ഗുരുവായൂർ വെച്ചാണ്, ക്ഷേത്രത്തിൽ വെച്ചാണ് നാരായണീയം മേൽപ്പത്തൂര് രചിച്ചത്. മേൽപ്പത്തൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം ആ കാലഘട്ടത്തിൽ സർവശാസ്ത്ര വിഷയങ്ങളിലും വിജ്ഞാനിയായിരുന്നു. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഭൗതികവും ആധ്യാത്മികവും ഒക്കെ ശാസ്ത്രം തന്നെയാണ്. ഈ വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് നല്ല ജ്ഞാനം ഉണ്ടായിരുന്നു. മേൽപ്പത്തൂരിന്റെ ഗുരുനാഥനും അച്യുത പിഷാരടി, അദ്ദേഹത്തിന്റെ ഗുരുനാഥനും ഒക്കെ വലിയ ഗണിതശാസ്ത്രജ്ഞരായിരുന്നു. ഇപ്പൊ ഭൗതിക ശാസ്ത്രത്തിൽ അവര് വളരെ മുകളിലേക്ക് എത്തിയവരാണ്. കേരളത്തിന്റെ ഗണിതശാസ്ത്ര പാരമ്പര്യം തന്നെ ഉണ്ട്. സംഗമഗ്രാമ മാധവൻ, വടശ്ശേരി പരമേശ്വരൻ, നീലകണ്ഠ സോമയാജി, എഴുത്തച്ഛൻ, അച്യുത പിഷാരടി, ഇവരൊക്കെ ആ ഗണിതശാസ്ത്രത്തിന്റെ വിഷയത്തിൽ വളരെ ജ്ഞാനമുള്ളവരായിരുന്നു. കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രമായിരുന്നു ഭാരതപ്പുഴയുടെ തീരം എന്ന് പറഞ്ഞാൽ. ധാരാളം വിഷയങ്ങളിൽ സംഗമഗ്രാമ മാധവൻ ഭാരതപ്പുഴയുടെ അടുത്തല്ല, അദ്ദേഹം ഇരിങ്ങാലക്കുടയാണ്. എന്നാലും അനവധി വിജ്ഞാന വിഷയങ്ങളിൽ അറിവുള്ള ആളുകള് മധ്യകാലഘട്ടത്തിലെ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നീലകണ്ഠ സോമയാജിയുടെയും അതുപോലെ സംഗമഗ്രാമ മാധവന്റെയും ഒക്കെ ആശയങ്ങളാണ് ഇവിടേക്ക് പിന്നീട് വന്ന പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒക്കെ സ്വീകരിച്ച്, അതാണ് വിദേശ രാജ്യങ്ങളിലേക്ക് എത്തി ആധുനിക ഗണിതശാസ്ത്രം ആയി മാറിയത്. ഇവരുടെ ആശയങ്ങൾ പലതും സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഗണിതശാസ്ത്രജ്ഞരുടെ ആശയങ്ങൾ പലതും അവർ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ധാരാളം തെളിവുണ്ട്. വെറുതെ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് വെടായി പറയല്ല, വളരെ സത്യമായ കാര്യമാണ് ഇതൊക്കെ. അപ്പൊ അങ്ങനെയുള്ളൊരു സാംസ്കാരിക ഭൂമികയിലാണ് ആര് ജനിച്ചത്? നമ്മുടെ മേൽപ്പത്തൂര് ജനിച്ചത്. അദ്ദേഹം അനവധി ഗ്രന്ഥങ്ങൾ, രാജസൂയം പ്രബന്ധം, അനവധി പ്രബന്ധങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വ്യാകരണ ശാസ്ത്രത്തിന് വളരെ വലിയ സംഭാവന അദ്ദേഹം നൽകിയിട്ടുണ്ട്. സംസ്കൃത വ്യാകരണത്തിനായി ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള അതുല്യ പ്രതിഭ എന്ന് പറയാം. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ശങ്കരാചാര്യർക്ക് ശേഷം കേരളത്തിൽ ജനിച്ച ഏറ്റവും മഹാനായ ഒരു മനുഷ്യൻ, പണ്ഡിതനായ ഒരു വ്യക്തിയായിരുന്നു മേൽപ്പത്തൂര്. അദ്ദേഹം നാരായണീയം എഴുതിയത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ്. അതും എല്ലാവർക്കും അറിയാം. ധാരാളം ഗ്രന്ഥങ്ങൾ, ഗോശ്രീ വർണ്ണന, കൊച്ചിയെ കുറിച്ചുള്ള വർണ്ണനയാണ് ഗോശ്രീ വർണ്ണന. അദ്ദേഹത്തിന്റെ ആ പേരിലാണല്ലോ ഗോശ്രീ പാലം. അതെ, അവിടെയുള്ള പാലത്തിന്റെ പേരെന്താ? ഗോശ്രീ പാലം എന്നാണ്. ഗോശ്രീ എന്നാണ് സംസ്കൃത സാഹിത്യത്തിലൊക്കെ കൊച്ചിയെ പറയാറുള്ളത്. ഇതൊക്കെ എഴുതിയത് മേൽപ്പത്തൂരാണ്. അങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങൾ.
ധാതുകാവ്യം, എത്ര ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് നാരായണീയം. ഭഗവാന്റെ മഹാവിഷ്ണുവിന്റെ എല്ലാ അവതാരങ്ങളും വളരെ ഭംഗിയായി അവതരിപ്പിച്ച് അതിൽ കൃഷ്ണാവതാരത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തും കൊണ്ട് രചിച്ച, ഭാഗവതത്തെ അനുവർത്തിച്ചും കൊണ്ട് എഴുതിയ ഒരു കൃതിയാണ് നാരായണീയം. എങ്ങനെ എന്തൊക്കെ ഒഴിവാക്കാം, ഭാഗവതം മുഴുവൻ പറഞ്ഞിട്ടില്ല, അതിൽ വേണ്ടത് മാത്രം സ്വീകരിച്ച് അത് സംഗ്രഹിക്കേണ്ടടുത്ത് സംഗ്രഹിച്ച് വിസ്തരിക്കേണ്ട ദിക്കിൽ വിസ്തരിച്ച് സംഗ്രഹിച്ച് സാരസംഗ്രഹം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സാരത്തെ ഒന്നും കൂടി സംഗ്രഹിച്ച് നൽകിയതാണ് ഭാഗവത സാരത്തെ ഒന്നും കൂടി സംഗ്രഹിച്ച് നൽകിയതാണ് മേൽപ്പത്തൂര് നാരായണീയത്തിലൂടെ ചെയ്തത്. അങ്ങനെയുള്ള മേൽപ്പത്തൂരിന്റെ നാരായണീയത്തിലെ ഇന്നിപ്പോ സത്രത്തില് എനിക്ക് നൽകിയ വിഷയം രുക്മിണീ സ്വയംവരം എന്ന ഭാഗമാണ്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ആ സ്വയംവര ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഇതവിടെ തുടങ്ങുന്നത് എങ്ങനെയാ? അവിടെ തുടങ്ങുന്നത് ത്രിദിവവർദ്ധകി വർദ്ധിത കൗശലം ത്രിദശദത്ത സമസ്ത വിഭൂതിമൽ ജലധി മധ്യഗതം ത്വമഭൂഷയോ നവപുരം വപുരഞ്ജിതരോജിഷ. ത്രിദിവവർദ്ധകി വർദ്ധിത കൗശലം. ഭഗവാൻ കുറെ വർഷം എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? മധുരയിലായിരുന്നു. മധുര എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഉത്തർപ്രദേശിലാണ് വരുന്നത്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് ആ ഭാഗം. പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് അല്ല, ഏകദേശം അങ്ങനെ പറയാം, ന്യൂഡൽഹിയുടെ ഒക്കെ അടുത്തേക്ക് എത്തും. അവിടെയാണ് ശ്രീകൃഷ്ണൻ അനവധി കാലം ജീവിച്ചിരുന്നത്. മധുര യമുനാ നദിയുടെ തീരത്തായിട്ടാണ്. അവിടെ വൃന്ദാവനോ ഇതിന്റെ സമീപത്താണ്. അങ്ങനെ മധുരയുടെ രാജാവായി ഭഗവാൻ രാജാവായി എന്ന് പറയാൻ വയ്യ. ഭഗവാൻ അധികാരം കിട്ടി, കംസനെ വധിച്ചു, ഭഗവാൻ അധികാരം ഏറ്റെടുത്തു. പക്ഷെ ഭഗവാൻ അധികാരം വേണമെന്നൊന്നുമില്ല. ഭഗവാൻ എന്തിനാ അധികാരം? ഈ ലോകം മുഴുവൻ ഭരിക്കുന്നത് ആരാണ്? ഭഗവാനാണ്, ശ്രീകൃഷ്ണ ഭഗവാനാണ്. അല്ലെ? ശ്രിയപതി, യജ്ഞപതി, പ്രജാപതി, ധിയാംപതി ഒക്കെ ഭാഗവതത്തിൽ തന്നെ കാണാം. ലോകത്തിന്റെ മുഴുവൻ പതിയായ ഭഗവാന് മധുരയുടെ അധികാരം വേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. യാദവന്മാരുടെ ഒരു സമ്പ്രദായം എങ്ങനെയാ വെച്ചാൽ അവര് പ്രാചീന ഭാരതത്തിലെ ഗണസംഘങ്ങളിൽ പെട്ടവരാണ്. ഗണസംഘം എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്. ഈ റിപ്പബ്ലിക് എന്നുള്ള സംവിധാനം റോമിൽ നിന്നോ ഗ്രീസിൽ നിന്നോ വന്നതൊന്നുമല്ല. അനവധി ഗണസംഘങ്ങള് ഭാരതത്തിൽ ഉണ്ടായിരുന്നു, പ്രാചീന ഭാരതത്തിൽ ഉണ്ടായിരുന്നു. അവിടെ എങ്ങനെയാ വെച്ചാൽ ജനാധിപത്യ സമ്പ്രദായത്തിലാണ് രാജ്യാധികാരികളെ തെരഞ്ഞെടുത്തിരുന്നത്. ഇതൊക്കെ ഭാരതത്തിൽ തന്നെ ഉണ്ട്. ഇവിടുത്തെ ഗണസമ്പ്രദായത്തെ കുറിച്ചൊക്കെ ധാരാളം പണ്ഡിതന്മാര്, ചരിത്ര പണ്ഡിതന്മാര് പരാമർശിച്ചിട്ടുണ്ട്. KP ജയ്സ്വാളൊക്കെ അതിനെക്കുറിച്ച് നല്ല ഗവേഷണം നടത്തിയിട്ടുണ്ട്. മഹാഭാരതത്തിലും അർത്ഥശാസ്ത്രത്തിലും ഒക്കെ ഗണങ്ങളെ കുറിച്ചുള്ള പരാമർശം കാണാൻ കഴിയും. യൗധേയന്മാര്, അതുപോലെ യാദവന്മാര്, ലിച്ഛാവികള്, ഇങ്ങനെ അനവധി വിഭാഗങ്ങൾ ഗണങ്ങളായി കൊണ്ടുണ്ടായിരുന്നു. അതുപോലെ മാളവന്മാര്, മാളവന്മാര്, അനവധി വിഭാഗങ്ങളുണ്ട്. ശൈബ്യന്മാര്, ശിബിചക്രവർത്തിയുടെ സ്ഥലം അതാണ് ശൈബ്യർ. ആ ഭാഗത്തുള്ളവര്, ഇവരൊക്കെ ഗണങ്ങളിൽ പെട്ടവരാണ്. അതിൽപ്പെട്ടവരാണ് ഈ യാദവന്മാര്. വൃഷ്ണികൾ എന്നാണ് അവരെ പറയാ. വൃഷ്ണികളുടെ ഭാഗം അതുവരും ഗണങ്ങളാണ്. വൃഷ്ണിഗണം എന്നാണ് പറയുക. അപ്പൊ ഭഗവാൻ കംസന്റെ അച്ഛൻ അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അച്ഛനോട് ചോദിച്ചു, ഉഗ്രസേനോട് ചോദിച്ചു, അങ്ങക്ക് രാജാവാവണം എന്ന് ആഗ്രഹമുണ്ടോ? ഉഗ്രസേനൻ പറഞ്ഞു, ആഗ്രഹമില്ലായൊന്നും ഇല്ല എന്ന് പറഞ്ഞു. 2 നെഗറ്റീവ് പറഞ്ഞ എന്താണ്? പോസിറ്റീവ്. വേണം എന്നാണ് ആഗ്രഹം. ഉഗ്രസേനനെ പിടിച്ച് രാജാവാക്കി നിശ്ചയിച്ചു. സാത്യകി വളരെ കേമനായ ഒരു യാദവനാണ്. അദ്ദേഹത്തെ സൈന്യാധിപനാക്കി നിശ്ചയിച്ചു. ഭഗവാൻ തന്നെ മഹാഭാരതത്തിൽ പറയും, എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല, ഒന്നും കിട്ടാനായിട്ടൊന്നുമല്ല ഞാൻ കംസനെ വധിച്ചത്. ഇനി എന്തിനായിട്ടായിരുന്നു? ജ്ഞാതികാര്യം മയാകൃതം, എന്റെ ബന്ധുക്കളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് കംസനോടൊരു ദേഷ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വിദേശാവാസകർഷിതാൻ, വിദേശങ്ങളില് മധുരയിൽ നിന്ന് കുറെ ദൂരേക്ക് പോയ യാദവന്മാരെയൊക്കെ ഭഗവാൻ കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് അവർക്കൊക്കെ സംരക്ഷണം കൊടുത്തു. ഈ സന്ദർഭത്തിലാണ് മഗധയിലെ രാജാവാണ് ജരാസന്ധൻ. അദ്ദേഹം, മഗധ എന്ന് പറഞ്ഞാൽ അന്നത്തെ ബീഹാറിലാണ് വരിക. അവര് മധുരയെ 17 തവണ ആക്രമിച്ചു. 17 പ്രാവശ്യവും ഭഗവാൻ മഗധാധിപനെ തോൽപ്പിച്ചു വിട്ടു, ജരാസന്ധനെ പറഞ്ഞയച്ചു. അപ്പം ബലരാമൻ ചോദിക്കുന്നുണ്ട് ഭഗവാനോട്,
അല്ല കൃഷ്ണ, ഇപ്പൊ തന്നെ ആദ്യം തന്നെയാണ് നമുക്ക് വധിക്കാലോ. ആദ്യത്തെ യുദ്ധത്തിന് വന്ന സമയത്ത് തന്നെ ചോദിക്കുന്നുണ്ട്, ആദ്യം വന്നപ്പോ തന്നെ ഈ ജരാസന്ധനെ മാത്രം ഇതിനെ അവശേഷിപ്പിച്ച് വെച്ചത്, അയാളെയും കൂടിയും കൊന്നൂടെ? അപ്പൊ കൃഷ്ണൻ പറയും, അങ്ങനെയല്ല, അദ്ദേഹം മഹാദുഷ്ടനാണ്, ഒരിക്കലും തോൽക്കാൻ ഇഷ്ടപ്പെടില്ല, ജയിക്കുന്നത് വരെ യുദ്ധത്തിന് വരും. അപ്പൊ നമുക്ക് വടങ്ങി ഇരുന്നാ മതി. ലോകത്തിലുള്ള എല്ലാ ദുഷ്ടബുദ്ധികളെയും ഇദ്ദേഹം തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കും. നമ്മുടെ അവതാരോദ്ദേശം ഇവിടെ വെച്ചിട്ട് തന്നെ നടത്താൻ കഴിയും. അതുകൊണ്ടാണ് ഇയാളെ ഞാൻ വെറുതെ വിടുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 17 പ്രാവശ്യം ജരാസന്ധൻ വന്നു, 17 പ്രാവശ്യം ഭഗവാൻ തോൽപ്പിച്ചു. പക്ഷെ എന്നിട്ട് അദ്ദേഹത്തിന് പക തീർന്നില്ല. 18-മതും ദുഷ്ടൻ വട്ടം കുട്ടി വരും വിധൗ 3 കോടി ബലത്തോടെ യവനൻ താനുമായയോ. 18-മത് യുദ്ധത്തിനായി വരുന്ന സമയത്ത് അനവധി ബലത്തോടുകൂടി 3 കോടി എന്നൊക്കെയാ പറഞ്ഞത്. 3 കോടി എന്നൊക്കെ പറഞ്ഞാൽ കുറെ എന്ന് അർത്ഥമേ ഉള്ളൂ, കൃത്യം സംഖ്യ പറയല്ല. കുറെ സൈന്യങ്ങളെ കൂട്ടി അദ്ദേഹം എന്ത് ചെയ്തു, വീണ്ടും മധുരയെ ആക്രമിക്കാനായി വന്നു. അന്ന് വരുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നു? യവനന്മാരും ഉണ്ടായിരുന്നു. ഗ്രീക്ക് രാജാക്കന്മാരെ അദ്ദേഹം കൂട്ടിയിട്ടുണ്ട്. ഗ്രീസ്, റോം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പൈതൃകം അവിടേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഭാരതത്തിന്റെ പൈതൃകം ആ ഭാഗങ്ങളിലേക്കൊക്കെ വ്യാപിച്ചിട്ടുണ്ട്. നമ്മളിൽ നിന്ന് പോയ ആശയങ്ങൾ തന്നെയാണ് അവിടേക്ക് എത്തിയത്. ഇപ്പൊ മിത്രാരാധന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാം. റോമിലൊക്കെ മിത്രാരാധന ഉണ്ടായിരുന്നു. എവിടുന്ന അവർക്ക് മിത്രാരാധനയൊക്കെ കിട്ടിയത്? കുറെ വർഷങ്ങൾക്ക് മുൻപ് മിത്രാരാധന ഉണ്ടായിരുന്നു. ഇങ്ങനെ മിത്രാരാധന വന്നു? ഭാരതത്തിൽ നിന്ന് പോയതാണ്, വേദങ്ങളിൽ നിന്ന് പോയതാണ്. മിത്രസ്യ ജർഷണി ധൃതശ്രവോ ദേവസ്യ ജാനസിൻ സത്യം ചിത്രശ്രവസ്തമം മിത്രോജനാൻ ജാതയതി പ്രജാനൻ മിത്രോദാധാര എന്നൊക്കെ വേദങ്ങളിൽ തന്നെ മന്ത്രമുണ്ട്. മിത്രനാണ് ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നത് എന്നൊക്കെ വേദങ്ങളിൽ കാണാം. ഈ ആശയം പ്രാചീന പേർഷ്യയിലേക്ക് എത്തി. പേർഷ്യയിൽ നിന്നത് ഗ്രീസിലേക്കും റോമിലേക്കും ഒക്കെ എത്തി. ഇവിടുന്ന് പോയതാണ്. നമ്മുടെ ആശയങ്ങളുടെ ചിന്താഗതികളുടെ അവശേഷങ്ങളാണ് ആ ഭാഗങ്ങളിലേക്കൊക്കെ എത്തിയത്. ചരിത്രപരമായിട്ട് ശരി തന്നെയാണ്. റോമൻ മിത്രായിസം എന്നൊക്കെ കാണാം. ആ ഭാഗങ്ങളിലുള്ളവരൊക്കെ കൂടി കൂട്ടിയിട്ടാണ് ആര് വന്നത്? ഈ ജരാസന്ധൻ യുദ്ധത്തിനായി വന്നത്. ജരാസന്ധനെ ഭഗവാൻ തൽക്കാലം തോൽപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. ഒരു തവണ എങ്ങനെ അയാൾ ജയിച്ചോട്ടെ, എന്നാലും തന്റെ ബന്ധുക്കൾക്കൊന്നും ആപത്ത് വരരുത്, അങ്ങനെ വിചാരിച്ച് ഭഗവാൻ നേരെ സമുദ്രത്തിന്റെ അടുത്തേക്ക് വന്നു. സമുദ്രത്തിലൊരു ദ്വീപുണ്ട്, കുശസ്ഥലി എന്നാണ് ദ്വീപിന്റെ പേര്. ആ ദ്വീപില് ദ്വാരകാനഗരം ഭഗവാൻ നിർമ്മിച്ചു. ആരെ കൊണ്ടാ നിർമ്മിച്ചത്? വിശ്വകർമാവിനെ കൊണ്ട് നിർമ്മിച്ചു. അതാണ് ഇവിടെ പറഞ്ഞത്. ത്രിദിവവർദ്ധകി വർദ്ധിത കൗശലം. ആരാ ത്രിദിവവർദ്ധകി? അതാരാ ത്രിദിവവർദ്ധകി? വിശ്വകർമാവ്. ഈ വിശ്വകർമാവിന്റെ കൗശലം ത്രിദിവവർദ്ധകി. ദേവലോകത്തിലെ ശില്പിയാണ് ആര്? വിശ്വകർമാവ്. ഞാൻ പറയാം. അദ്ദേഹം വന്ന് അതിഗംഭീരമായ ദ്വാരകാനഗരം നിർമ്മിച്ചു. തന്റെ ബന്ധുക്കളെയൊക്കെ അങ്ങോട്ട് മാറ്റി താമസിപ്പിച്ചു. അപ്പൊ യാദവന്മാർ എവിടേക്കെത്തി? ദ്വാരകയിലേക്ക് എത്തി. ഇന്നത്തെ ഭൂമിശാസ്ത്ര പ്രകാരം പറയുകയാണെങ്കിൽ ദ്വാരക ഗുജറാത്തിന്റെ അടുത്തേക്ക് എത്തും. ഗുജറാത്തിലാണ്, അടുത്തേക്ക് എത്തുക എന്നല്ല, ഗുജറാത്തിലാണ് ദ്വാരക. അവിടെ കടലിനടുത്തേക്കായിട്ടാണ് ദ്വാരക വരുന്നത്. ഹാപ്പ എന്നൊക്കെ പറയും, ഓഖ എന്നൊക്കെ പറയും. അവിടെയാണ് ദ്വാരക. അവിടെ ദ്വാരകയുടെ അവശിഷ്ടങ്ങളൊക്കെ കുഴിച്ചെടുത്തിട്ടുണ്ട്. കടലിൽ ആണ്ടുപോയ ദ്വാരകാ നഗരത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മുടെ പുരാതത്വ പണ്ഡിതന്മാര് കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ തെളിവ് കൃത്യമായിട്ടുണ്ട്, വെറുതെ പറയല്ല എന്നർത്ഥം. ദ്വാരകയിലേക്ക് മാറ്റി താമസിപ്പിച്ചു. പ്രഭാസം, ദ്വാരക, അവിടെയൊക്കെ നല്ല നല്ല ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അതിനുശേഷം ഭഗവാൻ നേരെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു, ജരാസന്ധന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ കാലയവൻ ഉണ്ടായിരുന്നു. കാലയവനെ കണ്ട സമയത്ത് ഭഗവാൻ മുമ്പിൽ നിന്ന് അങ്ങോട്ട് ഓടി. യവനൻ ഇതിന്റെ ഇടയ്ക്ക് നാരദ മഹർഷിയെ കണ്ടു. നാരദനോട് ചോദിച്ചു, ശ്രീകൃഷ്ണനെ കണ്ട എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. നാരദൻ പറഞ്ഞു, ഞങ്ങളൊക്കെ ഭഗവാനെ കണ്ട എന്താ ചെയ്യാറുള്ളത് വെച്ചാൽ നമസ്കരിക്കുക ചെയ്യുക. അപ്പൊ യവനനും അതെ ഭഗവാനെ നമസ്കരിക്കാനായിട്ട് അങ്ങനെ വന്നു. അപ്പം ഭഗവാൻ എന്താ വിചാരിച്ചത് വെച്ചാൽ ഇയാളെ കൊണ്ടൊക്കെ കാല് പിടിപ്പിച്ചാൽ മോക്ഷം കൊടുക്കേണ്ടി വരും. മോക്ഷം കൊടുക്കാൻ മാത്രമുള്ള യോഗ്യതയൊന്നും കാലയവനന് ഇല്ല. അങ്ങനെ ഭഗവാൻ ഓടിയെന്നാണ്. പേടി ഭാവിച്ചു ഗോവിന്ദൻ ഓടിനാൻ അടവീതടേ. പേടി നടിച്ചും കൊണ്ട് ഭഗവാൻ അങ്ങനെ ഓടിയെന്നാണ്. യവനൻ വിപിനം തന്നിൽ അവനെ തിരയും വിധൗ കൊച്ചിൽ കിടന്നുറങ്ങുന്നു മുജുകുന്ദ നരേശ്വരൻ. വഴിയെ യവനനും അങ്ങനെ ഓടി. ഇയാൾ നോക്കുന്നത് എന്താണ്? ഭഗവാൻ തോളിട്ട മുണ്ടാണ്. ഒരു മഞ്ഞ മുണ്ട് ഭഗവാൻ തോളിട്ടിട്ടുണ്ട്. ഭഗവാൻ ഒരു ഗുഹേന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അവിടെ ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. ഭഗവാൻ തന്റെ മുണ്ടോണ്ട് അയാളെ ശരിക്കും അങ്ങോട്ട് പുതപ്പിച്ചു.
യവനനും അതിൻ്റെ ഉള്ളിലെത്തി. അപ്പൊ മഞ്ഞ മുണ്ടും പുതച്ചും കൊണ്ട് ഒരാൾ അവിടെ കിടക്കുന്നത് കണ്ടു. ഇത് ശ്രീകൃഷ്ണൻ തന്നെയാണെന്ന് അങ്ങോട്ട് സങ്കല്പിച്ചു, ഉറപ്പിച്ചു. മുകുന്ദനെന്നു കൽപ്പിച്ചു ചവിട്ടി മുജുകുന്ദനെ, അവനും യവനൻ തന്നെ തരസാ ഭസ്മമാക്കി ഞാൻ. മുകുന്ദനാണ് എന്ന് കൽപ്പിച്ച് ചവിട്ടിയത് ആരെയായി പോയി? മുജുകുന്ദനെയായി. മുജുകുന്ദൻ എഴുന്നേറ്റ് കണ്ണു തുറന്നപ്പോഴോ ഈ യവനൻ ഭസ്മായി പോയി. എന്താ കാരണം? ഈ മുജുകുന്ദൻ പഴയ ഒരു രാജാവായിരുന്നു. അദ്ദേഹം ദേവന്മാരെ സഹായിക്കാൻ സ്വർഗത്തിലൊക്കെ പോയി. ദേവന്മാരെയൊക്കെ സഹായിച്ചു. അസുരന്മാരായിട്ടുള്ള യുദ്ധത്തിലൊക്കെ ദേവന്മാരെ രക്ഷിച്ചു. ദേവന്മാര് ചോദിച്ചു, അങ്ങക്ക് എന്താ വരായിട്ട് വേണ്ടത്? അപ്പം മോക്ഷാണ് വേണ്ടത് എന്ന് പറഞ്ഞു മുജുകുന്ദൻ. ദേവന്മാര് പറഞ്ഞു, ഋതേ കൈവല്യമദ്യന, മോക്ഷം മാത്രം ഞങ്ങൾക്ക് തരാൻ കഴിയില്ല, ബാക്കി എന്ത് വേണമെങ്കിലും തരാം. മോക്ഷം തരാൻ ആർക്കേ പറ്റുള്ളൂ? മുകുന്ദന് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെയാണ് എനിക്ക് കുറച്ച് ഉറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് കിടക്കാനായിട്ട് ഈ ഗുഹ കൊടുത്തു. ഈ ഗുഹയിൽ കിടക്കുന്ന മുജുകുന്ദന്റെ ഉറക്ക് ആരാണോ ഇല്ലാതെയാക്കുന്നത്, അദ്ദേഹം എഴുന്നേറ്റ് കണ്ണു തുറന്നാൽ അവര് ഭസ്മായി പോവും എന്നുള്ള അനുഗ്രഹം കൂടി കൊടുത്തു. അതൊക്കെ ഭഗവാന് നന്നായിട്ട് അറിയാം. അങ്ങനെ മുജുകുന്ദനെ കൊണ്ട് കാലയവനെ കൊല്ലിച്ച് ഭഗവാൻ നേരെ മുന്നോട്ട് വന്നു. മുജുകുന്ദൻ വളരെ കേമായിട്ട് ഭഗവാനെ സ്തുതിച്ചു. അദ്ദേഹത്തെ ഭഗവാൻ ബദരിയാശ്രമത്തിലേക്ക് പറഞ്ഞയച്ചു. അതിനുശേഷം ഭഗവാൻ ദ്വാരകയില് അങ്ങനെ വന്നു. ബലരാമനുണ്ട് ഈ സമയത്തൊക്കെ. ബലരാമനും ഭഗവാനും കൂടി ദ്വാരകയിലേക്ക് തന്നെ തിരിച്ചെത്തി. അങ്ങനെ ദ്വാരകയിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് എന്താ ഉണ്ടായത്? അവിടെ കകുത്മി എന്ന് പേരായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ദദുഷിരേവത ഭൂഭൃതിരേവതീം ഹലഭൃതേ തനയാം വിധിശാസനാൽ മഹിതമുത്സവഘോഷമപൂപുഷ സമുദിതൈർമുദിതൈ സഹയാദവൈ. അവിടെ ഈ കകുത്മി തന്റെ മകളായ രേവതിയെയും കൂട്ടി ആദ്യം ബ്രഹ്മലോകത്തിലേക്ക് പോയി. ഈ രേവതിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, അവൾക്ക് പറ്റിയൊരു വരനെ കിട്ടുന്നില്ല. അപ്പൊ വലിയ പണിക്കരാണല്ലോ ബ്രഹ്മാവ്, അദ്ദേഹത്തിനോട് പോയി ചോദിക്കാച്ചിട്ട് അങ്ങോട്ട് പോയതാണ്. ഏറ്റവും വലിയ ജ്യോത്സ്യരാണല്ലോ, വിധി അദ്ദേഹമാണല്ലോ. അവിടെ ചെന്നു. അവിടെ ചെന്ന സമയത്ത് എന്തോ അവിടെ ഒരു കച്ചേരി പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതിങ്ങനെ നോക്കിയിരുന്നു അദ്ദേഹം. അപ്പോഴത്തേക്ക് ഇവിടെ യുഗങ്ങളൊക്കെ കഴിഞ്ഞു പോയി. അദ്ദേഹം കുറെ കുറിപ്പൊക്കെ കൊണ്ടിട്ടാ പോയത്, ജാതക കുറിപ്പൊക്കെ ആയിട്ടാ പോയത്. അവിടെ ചെന്ന സമയത്ത് ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങീ കാണിച്ചു തരുന്ന രാജാക്കന്മാരൊന്നും ഇപ്പൊ ലോകത്തില്ല, ആരുമില്ല. അപ്പൊ അങ്ങയുടെ മകൾക്ക് പറ്റുന്ന ഒരു വ്യക്തി ഉണ്ട്. അതാരാണ്? അത് ബലരാമനാണ്. അദ്ദേഹം ഭഗവാന്റെ അവതാരം തന്നെയാണ്. അദ്ദേഹം ദ്വാരകയിലുണ്ട്, പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബലരാമന്റെ അടുത്തേക്ക് വന്നു കകുത്മി. മകളായ രേവതിയെ ബലരാമനായി വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ ഒരു ശ്ലോകത്തില് ബലരാമന്റെ വിവാഹം കഴിഞ്ഞു. അഥ വിദർഭസുതാം ഖലു രുക്മിണീം പ്രണയിനീം ത്വയി ദേവ സഹോദര സ്വയമതിൽ സതചേതി മഹീഭുജേ സ്വതമസാതം അസാധുമുപാശ്രയൻ. ഭഗവാനും അത് വിവാഹം കഴിച്ചു എന്ന് പറയാണ്. ആരെയാ വിവാഹം കഴിച്ചത്? വിദർഭ രാജാവായ ഭീഷ്മക രാജാവ്, അദ്ദേഹത്തിന്റെ മകളായ രുക്മിണിയെയാണ് ഭഗവാൻ വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞു. വളരെ വിശിഷ്ടമായ ചരിത്രമാണ് എന്ന് പറയാണ്. ഇങ്ങനെയാണ് ആ കഥ ആരംഭിക്കുന്നത്. രാജാസീത് ഭീഷ്മകോ നാമ വിദർഭാധിപതിർ മഹാൻ തസ്യ പഞ്ചാഭവൻ പുത്ര കന്യീകാച വരാനന. അദ്ദേഹത്തിന് ഭീഷ്മക രാജാവിന് 5 ആൺകുട്ടികളാണ്. രുക്മി, രുക്മരഥൻ, രുക്മബാഹു, രുക്മകേശൻ, രുക്മമാലി എന്നൊക്കെയാണ് അവരുടെ പേര്. രുക്മം എന്ന് പറഞ്ഞ അർത്ഥം സ്വർണം. സ്വർണത്തിന്റെ പര്യായാണ് കുട്ടികൾക്കൊക്കെ ഇട്ടത്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കളുടെ പേരാണല്ലോ മക്കൾക്കൊക്കെ കൊടുക്കുക. പണ്ടത്തെ ആൾക്കാർക്ക് പൊതുവെ ഈശ്വരനോടായിരുന്നു ഇഷ്ടം. അതുകൊണ്ടാണ് കുട്ടികൾക്കൊക്കെ ഈശ്വരന്റെ പേര് കൊടുക്കാൻ കാരണം. പിന്നെ ഇടക്കാലത്തൊക്കെ പരിഷ്കാരങ്ങൾ പലതും വന്നു. അപ്പൊ വീണ്ടും ഈശ്വരീയമായ പേരുകളൊക്കെ ഇടുന്നുണ്ട്. ഇഷ്ടപ്പെട്ട പേരാണ് നമ്മൾ കൊടുക്കുക. അദ്ദേഹത്തിന് ഇഷ്ടം സ്വർണത്തിനോടാണെന്ന് തോന്നുന്നു. അവസാനത്തെ മകളാണ് രുക്മിണി. ഈ രുക്മിണി കുട്ടിക്കാലത്ത് തന്നെ ധാരാളം ആളുകൾ വിദർഭയിലേക്ക് വരും. വിദർഭ രാജ്യത്ത് അങ്ങനെ വരും. വരുന്നവർക്കൊക്കെ പറയാനുള്ളത് ഭഗവാന്റെ മഹിമകളാണ്, ശ്രീകൃഷ്ണന്റെ മഹത്വമാണ് എല്ലാവർക്കും പറയാനുള്ളത്. സോപശ്രുത്യ മുകുന്ദസ്യ രൂപവീര്യ ഗുണശ്രിയ ഗൃഹാഗതയർഗീയമാന തമ്മേനേ സദൃശം പതിം. ഇങ്ങനെ എല്ലാവരും ഭഗവാന്റെ മഹിമ അങ്ങനെ പറഞ്ഞ സമയത്ത് ഈ രുക്മിണിക്ക് ഇങ്ങനെ പ്രായം കൂടുതലാവുന്നുണ്ട്. പ്രായം കൂടിക്കൂടി വന്ന സമയത്ത് രുക്മിണി വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ തനിക്ക് യോജിച്ച ഒരു വരനാവുമല്ലോ ശ്രീകൃഷ്ണൻ. ഭർത്താവായിട്ട് ആരെ
കിട്ടിയാൽ നന്നായിരുന്നു, ശ്രീകൃഷ്ണനെ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ എത്രയാ വയസ്സെന്നൊന്നും അറിയില്ലല്ലോ, അതും അറിയില്ല. ഒരു ദിവസം രുക്മിണി ഇങ്ങനെ ഈ വഴിപോക്കരൊക്കെ വന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കി നിന്നു. അപ്പം ഒരാളിങ്ങനെ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാൽ എന്താ, 18 വയസ്സായിട്ടേ ഉള്ളെങ്കിലും 81 വയസ്സായ ആൾക്കാർ ചെയ്ത കാര്യങ്ങളൊക്കെ ഈ കൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. അത് കേട്ടപ്പോ രുക്മിണിക്ക് സന്തോഷായി. കൃഷ്ണന് 18, 14. ഏട്ടാന്നൊക്കെ വിളിക്കാൻ പറ്റിയ നല്ല പ്രായം. പഴയ കാലത്തല്ല എങ്ങനെയല്ലേ, 18 വയസ്സിലൊക്കെ ആ വിവാഹം ഉണ്ടാകും. എന്തിനാ അധികം ഒന്നും പോണ്ട, എന്റെ അച്ഛന്റെയും അമ്മേന്റെയും കല്യാണം തന്നെ എങ്ങനെയായിരുന്നു. അധികം ഒന്നും പോണ്ട ആവശ്യമില്ല. കഴിഞ്ഞ തലമുറയിൽപ്പെട്ടവർക്ക് തന്നെ വിവാഹപ്രായം എങ്ങനെയാണ്, 18 വയസ്സ് 14 വയസ്സൊക്കെ ആയിരുന്നു. അധികം ഒന്നും മുന്നൊന്നല്ല. അപ്പൊ നല്ല പ്രായമാണ് എന്നൊക്കെ വിചാരിച്ചു മനസ്സിൽ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തില് ഈ കാര്യം രുക്മിണി അമ്മയോട് പറഞ്ഞു. അവിടെ ഒരു കുടുംബയോഗമൊക്കെ നടത്തി. അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ പെങ്ങൾക്ക് ശ്രീകൃഷ്ണനോട് ഒരു താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം എല്ലാവർക്കും സമ്മതമായിരുന്നു. പക്ഷെ ഒരാൾക്ക് മാത്രം ഇഷ്ടായില്ല. ആർക്കാണ്? വല്യേട്ടനാണ് രുക്മി. രുക്മി പറഞ്ഞു, ഞാൻ ഒരിക്കലും കൃഷ്ണന് എന്റെ പെങ്ങളെ വിവാഹം കഴിച്ചു കൊടുക്കില്ല. എന്താ കാരണം? കുലഗുണം ഉണ്ടോ കൃഷ്ണന്? ഇതില്ല. ക്ഷത്രിയനാണ് എന്ന് പറയുന്നു, ആണെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. ഇടയന്മാരാണ് എന്ന് പറയുന്നു, ഒരു ഉയർന്ന തറവാടിത്തം കൃഷ്ണനുണ്ടോ? ഇല്ല. പശുക്കളെ മേച്ച് നടന്നും കൊണ്ടാണ്. പിന്നെ അമ്മാവനെ കൊന്ന കേസിലെ 1-ാം പ്രതിയാണ്. 2-ാം പ്രതി വേറെ ഉണ്ടോ? ഇല്ല. ഒരു ഭംഗിയുണ്ടോ കൃഷ്ണന്? കറുത്ത നിറത്തിലൊരാള്, ഒരു ഭംഗിയുണ്ടോ കൃഷ്ണന്? ഇങ്ങനെയൊക്കെയാണ് ഇയാൾ വിചാരിച്ചത്, കൃഷ്ണനെ കുറിച്ച് കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരിക്കലും എന്റെ പെങ്ങളെ കൃഷ്ണന് വിവാഹം കഴിച്ചു കൊടുക്കില്ല. കൊടുക്കുകയാണെങ്കിൽ ആർക്കേ കൊടുക്കുള്ളൂ? എന്റെ സുഹൃത്താണ് ചേതിദേശത്തിലെ രാജാവായ ശിശുപാലൻ, അദ്ദേഹത്തിനാണ് കൊടുക്കാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞു. ആൾക്കാർക്കൊക്കെ വലിയ വിഷമായി, രുക്മിണിക്കും വലിയ സങ്കടമായി. വിവാഹം അങ്ങനെ നിശ്ചയിച്ചു. വിവാഹ ദിവസം അങ്ങനെ അടുത്തേക്ക് അങ്ങനെ വന്നു. ഒരു ദിവസം രുക്മിണി അവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോയതാണ്. ക്ഷേത്രത്തിൽ പോയാൽ അവിടെ തിരക്കൊന്നും ഉണ്ടാവില്ല, സുഖമായിട്ടിരുന്ന് കരയാ. ഇവിടുത്തെ ഇന്നിപ്പോ അങ്ങനെയാണല്ലോ, വലിയ വലിയ ക്ഷേത്രങ്ങളിലല്ലേ ആൾക്കാരുള്ളൂ. ചെറിയ അമ്പലങ്ങളിലൊന്നും ആരും അങ്ങനെ അധികമൊന്നും പോവില്ല, ഇടയ്ക്കൊക്കെ പോവും. അവിടെ പോയിട്ട് വിഷമൊക്കെ പറയാലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയതാണ്. അവിടെ ചെന്ന സന്ദർഭത്തിൽ അവിടെ ഒരു ചെറിയൊരു ബ്രാഹ്മണൻ ഇരിക്കുന്നുണ്ട്. രുക്മിണിയുടെ കൂടെ പഠിച്ചതാണ്, സതീർത്ഥ്യനാണ്. അദ്ദേഹം ചോദിച്ചു രുക്മിണിയോട്, വിവാഹമൊക്കെ നിശ്ചയിച്ചതല്ലേ, സാധാരണ വിവാഹമൊക്കെ നിശ്ചയിച്ചാൽ സ്ത്രീകളൊക്കെ അങ്ങനെ പറക്കുകയാണല്ലോ ചെയ്യുക, നീ എന്താ അങ്ങനെ കരഞ്ഞും കൊണ്ടിരിക്കുന്നത്, എന്താ നിന്റെ ദുഃഖത്തിന്റെ കാരണം എന്ന് ചോദിച്ചു. അപ്പം അവള് പറഞ്ഞു, എന്ത് പറയാനാണ്, താതനും സോദരന്മാരും മാതാവും ബന്ധുവർഗവും എനിക്ക് അനിഷ്ടമാം വണ്ണം ആരംഭിക്കുന്നു സാദരം. അമ്മയും അച്ഛനും സഹോദരങ്ങളും ഒക്കെ എനിക്കിഷ്ടമില്ലാത്ത വിവാഹത്തിനാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, നിന്റെ അച്ഛനും അമ്മയൊക്കെ ചെയ്യുന്നത് ശരിയുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, വധുവിൻ മനമോരാതെ വരനെ തീർച്ചയാക്കുവോർ രുചാനിദാനമറിയാതെ ഔഷധത്തെ കൊടുപ്പവർ എന്നാണ്. വധുവിന്റെ മനസ്സ് മനസ്സിലാക്കാതെ വരനെ തീരുമാനിക്കുന്നവർക്ക് എന്ത് നിശ്ചല്യ? ഈ ഔഷധം, രോഗം മനസ്സിലാക്കാതെ ഔഷധം കൊടുക്കുന്നത് പോലെയാണ്, മരുന്ന് കൊടുക്കും പോലെയാണ് എന്ന് പറയാണ്. ഇത്ര നല്ല ആശയം ആലോചിച്ച് നോക്കൂ. അപ്പൊ നിനക്ക് ശ്രീകൃഷ്ണനോടാണ് താല്പര്യമുള്ളത് വെച്ചാൽ ഒരു എഴുതി തന്നോളൂ, ഞാനത് ദ്വാരകയിൽ എത്തിച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഒരു എഴുത്തങ്ങട് എഴുതി കൊടുത്തു രുക്മിണി. എന്നിട്ട് ബ്രാഹ്മണന്റെ കൈ കൊടുത്തു. ബ്രാഹ്മണനോ അതും കൊണ്ട് നേരെ ദ്വാരകയിൽ ഇങ്ങനെ പുറപ്പെട്ടു. ദ്വിജസുതോപിച്ച തൂർണമുപായയൗ തപപുരം ഹി ദുരാശദുരാസദം മുദമവാപച സാദരപൂചിതസഭവതാഭവതാപഹൃതാ സ്വയം. വളരെ വേഗത്തില് തൂർണമുപായയൗ എന്നാ മേൽപ്പത്തൂര് പറഞ്ഞത്. വളരെ പെട്ടെന്ന്, എന്ത് യന്ത്രാണ് ഇദ്ദേഹത്തിന്റെ കാലിന്റെ മുകളിൽ വെച്ചതൊന്നും നിശ്ചയില്ല. ദ്വാരകയിലേക്ക് അത്യാവശ്യം ദൂരമുണ്ട്. വിദർഭ എന്ന് പറഞ്ഞാൽ അന്നത്തെ മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയുടെ മധ്യഭാഗത്തായിട്ട് നാഗപ്പൂർ എന്ന് പറഞ്ഞ ഭാഗത്താണ് വിദർഭ. അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട് ദ്വാരകയിലേക്ക്. ഗുജറാത്തിന്റെ ഒരു തീരത്താ ദ്വാരക വരുന്നത്. വളരെ വേഗം അങ്ങനെ പുറപ്പെട്ടു. അദ്ദേഹം അവിടെ എത്തി, ദ്വാരകയിലെത്തി. ഭഗവാനും അതെ ദ്വാരകയില് എന്താണ് ഈ രുക്മിണിയുടെ എഴുത്തും കൊണ്ട് ബ്രാഹ്മണൻ വരാത്തത് എന്നുള്ള ഭാവത്തിൽ അത് നോക്കി നിൽക്കും പോലെ ആ നഗരത്തിന്റെ പുറത്തങ്ങനെ കാത്തു നിൽക്കുകയാണ്. ബ്രാഹ്മണനെ കണ്ടു, ഭഗവാൻ സ്വീകരിച്ചു. എന്തിനായിട്ട് അങ്ങ് ഇവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിച്ചു. സർവം നോ ബ്രൂഹ്യ ഗുഹ്യം ജേൽ കിം കാര്യം കരവാമഹേ. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, എനിക്ക് സാധിക്കുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞു. അപ്പൊ ബ്രാഹ്മണൻ ഈ എഴുത്ത് ഭഗവാന്റെ കയ്യിലേക്കായിട്ട് കൊടുത്തു. സാധാരണ അങ്ങനെയുള്ള എഴുത്തൊന്നും വായിക്കരുതെന്നാ പറയാ.
പക്ഷെ ഭാഗവതത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഭാഗവതത്തിലുള്ള ശ്ലോകം കൂടി പറയാലോ കൂട്ടത്തിൽ, രുക്മിണി സ്വയംവരല്ലേ, നാരായണീയം മാത്രം ആവേണ്ട ആവശ്യമില്ല. ഭാഗവതത്തിന്റെ ആശയം തന്നെയല്ലേ നാരായണീയത്തിലുള്ളത്. എന്താ രുക്മിണി പറഞ്ഞത്? ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണ വിവരൈർ ഹരതൊംഗതാപം രൂപം ത്രിശാം ത്രിശിമതാമഖിലാർത്ഥലാഭം ത്വയ്യച്യുതാ വിശതി ചിത്തമപത്രപം മേ. കൃഷ്ണ കൃഷ്ണ എന്നല്ല വിളിച്ചത്, ഭുവന സുന്ദര എന്നാ വിളിച്ചത് തന്നെ. സംബോധന തന്നെ എങ്ങനെയാണ്? അങ്ങയുടെ കഥകൾ അനവധി ഞാൻ കേട്ടു, അതെന്റെ ഉള്ളിലേക്ക് എത്തി, അത് മനസ്സിൽ അങ്ങനെ ദൃഢമായി ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ വന്ന് സ്വീകരിക്കണം. അങ്ങ് ആരാണ്? അച്യുതനാണ്. വേദം മധ്യമരഞ്ജു ഇതൊന്നും അങ്ങ് വിവാഹം കഴിച്ചാൽ അങ്ങക്ക് ബാധിക്കില്ല. കാരണം അങ്ങ് ആരാണ്? അങ്ങ് അച്യുതനാണ്, ച്യുതി ഇല്ലാത്തവനാണ്, നാശം ഇല്ലാത്തവനാണ്. അങ്ങ് വന്ന് എന്നെ സ്വീകരിക്കണം. പിന്നെ വിവാഹത്തിന്റെ കാര്യത്തിൽ കുറെ കാര്യങ്ങൾ യോജിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ വിഷയങ്ങളിലൊക്കെ നല്ല യോജിപ്പുണ്ട് എന്ന് പറയാണ് രുക്മിണി. എന്തൊക്കെ കാര്യങ്ങളിലാ യോജിക്കേണ്ടത്? കാത്തുവാ മുകുന്ദ മഹതീ കുലശീല രൂപ വിദ്യാവയോ ദ്രവിണധാമഭിരാത്മതുല്യം. എന്തൊക്കെയാ വേണ്ടത്? കുലശീല, കുലത്തിലൊരു യോജിപ്പുണ്ടാവുക, ഒരേ കുലം ആവുക. പിന്നെ കുലത്തിനൊരു സംസ്കാരം ഉണ്ടല്ലോ, കുലവ്യവസ്ഥയിലൊരു സംസ്കാരം ഉണ്ടാവും. രണ്ട് കുലം ഒരുപോലെ ആവുമ്പോൾ ഏകദേശമൊക്കെ ആ സംസ്കാരം യോജിച്ചു വരും. ശീലം, ശീലത്തിൽ എന്തുണ്ട്? ഒരു പ്രാധാന്യമുണ്ട്. കുലത്തേക്കാൾ പ്രാധാന്യം ശീലത്തിനുണ്ട്. സ്വഭാവം ഒരുപോലെയാവുക, എങ്ങനെയാ വേണ്ടത്? മഹാബുദ്ധിമാനാണ് ഭർത്താവ് വെച്ചാൽ ഭാര്യ എങ്ങനെയാവുക? ബുദ്ധിമതിയാവുക. സ്വഭാവം ഒരുപോലെയാവുക. മഹാകള്ളനാണ് ഭർത്താവ് വെച്ചാൽ ഭാര്യ അതിലേറെ കള്ളത്തിയാവുക. ഇതിനെയാ യോജിപ്പ് എന്ന് പറഞ്ഞാൽ. എങ്ങനെയാ വേണ്ടത്? പണ്ടങ്ങനെ ഉണ്ടായിരുന്നു. ഒരാള്, ഒരു ബ്രോക്കർ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയി ഭർത്താവിനെ. കൊണ്ടുപോയി അവിടെ എത്തി. എന്നിട്ട് പറഞ്ഞു, ഇയാൾക്കൊരു കുഴപ്പമില്ല, സിഗരറ്റ് വലിയില്ല, പൊടിവലിയില്ല, വെറ്റില മുറുക്കില്ല, അങ്ങനെ പറഞ്ഞു. അവസാനം ഈ സ്ത്രീ അകത്തുനിന്ന് ഇങ്ങോട്ട് ചോദിച്ചു, ശ്വാസം വലി ഉണ്ടോ ചോദിച്ചു. ഇവൾക്ക് ഇതൊക്കെ വേണമെന്നുള്ള അഭിപ്രായം. കുറച്ച് പുകവലിയൊക്കെ ഉണ്ടാവുക, കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ടാവുക, അതാ വേണ്ടതെന്ന അഭിപ്രായം. അങ്ങനെയൊക്കെയാണ്. ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്. ഇങ്ങനെയുള്ളവർക്ക് അതേ സ്വഭാവമുള്ള ആൾക്കാരെ കിട്ടണം, എന്നാലേ നേരെയാവുള്ളൂ. അപ്പൊ സ്വഭാവത്തിന് പ്രാധാന്യമുണ്ട്. കാത്തുവാ മുകുന്ദ മഹതി കുലശീല രൂപ. അതല്ലേ പണ്ട് ബെർണാഡ് ഷായോട് ചോദിച്ചു എന്നാണ് ഒരു സിനിമാ നടി വന്നിട്ട് പറഞ്ഞതാണ്. അങ്ങനെ വിവാഹം കഴിക്കണം, എന്നാൽ അങ്ങയുടെ ബുദ്ധി എന്റെ സൗന്ദര്യമുള്ളൊരു കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ബെർണാഡ് ഷാ ഉടനെ തിരിച്ചു ചോദിച്ചു, നിന്റെ ബുദ്ധി എന്റെ സൗന്ദര്യമാണെങ്കിലോ ചോദിച്ചു. ഇങ്ങനെ ചോദിക്കാൻ തോന്നിയത് തന്നെ ബുദ്ധിന്റെ കേമത്തം കൊണ്ടാണല്ലോ. നിന്റെ ബുദ്ധി എന്റെ സൗന്ദര്യം കൂടി ആണെങ്കിലോ കഴിഞ്ഞില്ലേ? അങ്ങനെയാണ്. എല്ലാം ഒരുപോലെ ആവണം. എല്ലാവർക്കും രണ്ട് ഭാഗത്തും ബുദ്ധി ഒരുപോലെ ആവുക, ശീലം ഒരുപോലെ ആവുക. കുലശീല രൂപ വിദ്യാഭ്യാസം. ഭർത്താവിന് നല്ല വിദ്യാഭ്യാസം, ഭാര്യയ്ക്ക് തീരെയില്ല. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കുറേ വിദ്യാഭ്യാസം, ഭർത്താവിന് തീരെയില്ല. അങ്ങനെ ആവരുത്. വിദ്യ അതൊരുപോലെ ആവണം. വയസ്സ് ഏകദേശം തുല്യമാവണം. ദ്രവിണ രണ്ട് ഭാഗത്തും സമ്പത്ത് ഒരുപോലെ ആവണം. വീടിന്റെ വലിപ്പം അതൊക്കെ രണ്ട് ഭാഗത്തും ഒരുപോലെ ആവണം. ഭംഗിയായിട്ട് ആ പ്രായോഗിക കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് ആധ്യാത്മിക കാര്യങ്ങൾ മാത്രമൊന്നല്ല. മഹാഭാരതത്തിലും ഭാഗവതത്തിലും ഒക്കെ പ്രായോഗിക കാര്യങ്ങളും വളരെ ഭംഗിയായി പറഞ്ഞു തരുന്നുണ്ട്. വിദ്യാവയോദ്രവിണധാമഭിരാത്മതുല്യം. നമ്മൾ തമ്മിൽ ഈ കാര്യങ്ങളിലൊക്കെ നല്ല യോജിപ്പുണ്ട്. അതുകൊണ്ട് അങ്ങനെ വന്ന് സ്വീകരിക്കണം. ഇനി അങ്ങനെ വിവാഹം കഴിച്ചില്ല, ആരാ വിവാഹം കഴിക്കുന്നത്? ഈ ശിശുപാലനാണെങ്കിൽ അതിന്റെ കുഴപ്പം ആർക്കാണ്? അങ്ങേക്ക് തന്നെയാണ്. ഗോമായുവൻ മൃഗപതയർബലിമംബുജാക്ഷ. ഒരു സിംഹത്തിന് വെച്ചതായ ഒരു ബലി അല്ലെ ഒരു നിവേദ്യം, അതൊരു കുറുക്കം കൊണ്ടുപോയാൽ ആർക്കാ അതിന് ദോഷം? സിംഹത്തിന് തന്നെയാ അതിന്റെ ദോഷം. മാത്രല്ല അങ്ങ് ഇവിടെ വന്നാൽ മാത്രം പോരാ, അങ്ങക്ക് എതിരാളികൾ അവിടെ ഉള്ളവർ മുഴുവൻ ശോഭാവിനിത്വമചിതോദ്വഹനേ വിദർഭാൻ ഗുപ്തസമേത്യ പ്രതനാപതിഭിപരീത നിർമ്മധ്യ ചൈദ്യമഗധേന്ദ്രബലം പ്രസഹ്യ മാം രാക്ഷസേന വിധിനോദ്വഹ വീര്യശുൽക്കാം. എന്നെ രാക്ഷസീയമായി വിവാഹം കഴിക്കണം എന്നാ പറഞ്ഞത്. ഇവിടെ അങ്ങേക്ക് എതിരാളികളായിട്ട് ആരുണ്ടാവും? മഗധയിലുള്ള സൈന്യം ഉണ്ടാവും, ശിശുപാലന്റെ സൈന്യം ഉണ്ടാവും, ഇവിടുത്തെ ഈ രാജ്യത്തിലുള്ള സൈന്യം ഉണ്ടാവും. ഇവരൊക്കെ തോൽപ്പിച്ച് എന്നെ രാക്ഷസീയമായി. രാക്ഷസീയമായ വിവാഹം പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ 8 തരത്തിലുള്ള വിവാഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. മഹാഭാരതത്തിലും മനുവിന്റെ സ്മൃതിയിലും ഒക്കെ കാണാൻ കഴിയും. 8 തരത്തിലുള്ള വിവാഹത്തെ പറയും. ഒന്ന് ബ്രാഹ്മം. ബ്രാഹ്മം പറഞ്ഞാൽ എങ്ങനെയാണ്?
വൈദിക സമ്പ്രദായത്തില്, വൈദിക വിധി പ്രകാരത്തില് അനുരൂപനായ വരനെ സ്വീകരിച്ച് ഈ കുട്ടിയുടെ പിതാവ്, അച്ഛൻ, മകളെ ദാനമായി കൊടുക്കുക. കന്യാദാനം എന്നാണ് പറയുക. വൈദിക മന്ത്രങ്ങളൊക്കെ ജപിച്ച് അഗ്നിസാക്ഷിയായി നടത്തുന്ന വിവാഹം, അതാണ് ബ്രാഹ്മം. പിന്നെ ആർഷം. ആർഷം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആ സന്ദർഭത്തില് ഒരു ഏതെങ്കിലും തരത്തിലുള്ള വൈദിക ചടങ്ങുകളുടെ ഇടയിൽ വെച്ചിട്ട് യോഗ്യരായ ബ്രഹ്മചാരികൾക്കായി, ശ്രേഷ്ഠരായ ബ്രഹ്മചാരികൾക്കായി മകളെ വിവാഹം കഴിച്ചു കൊടുക്കുക. അതാണ് ആർഷം. പിന്നെ ബ്രാഹ്മം, ആർഷം, ദൈവം. ദൈവം എന്ന് പറഞ്ഞാലും വലിയ വ്യത്യാസമൊന്നുമില്ല, ഇതേപോലെയൊക്കെ തന്നെ വൈദിക ചടങ്ങുകളോടുകൂടി നടത്തലാണ്. അതും അങ്ങനെ തന്നെയാണ്. ബ്രാഹ്മം, ആർഷം, പ്രാജാപത്യം. പ്രാജാപത്യവും വൈദിക സമ്പ്രദായത്തിൽ നടത്തുന്ന വിവാഹമാണ്. രാക്ഷസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരാൾക്ക് കൊടുക്കാൻ നിശ്ചയിച്ച പെൺകുട്ടിയെ അയാളുടെ മുമ്പിൽ വെച്ചിട്ട് തട്ടിക്കൊണ്ടുപോവുക. അതാണ് രാക്ഷസം എന്ന് പറഞ്ഞാൽ. പക്ഷെ ഈ തട്ടിക്കൊണ്ടുപോകുന്ന വ്യക്തിയോടായിരിക്കും ആർക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക? ഈ പെൺകുട്ടിക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. അങ്ങനെ വിവാഹം കഴിക്കണം എന്നാണ് രുക്മിണി ഇവിടെ പറഞ്ഞത്. പിന്നെ ഗാന്ധർവം. ഗാന്ധർവം എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ അച്ഛന്റെ അമ്മയുടെ ഒന്നും സഹായം വേണമെന്നില്ല. ഈ പെൺകുട്ടിക്കും പുരുഷനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിട്ട് നടക്കുന്ന വിവാഹം. അതും പഴയ കാലത്തുണ്ടായിരുന്നു. ദുഷ്യന്തന്റെ ഒക്കെ വിവാഹം എങ്ങനെയായിരുന്നു? ദുഷ്യന്തനും ശകുന്തളയും തമ്മിലുള്ള വിവാഹമൊക്കെ എങ്ങനെയായിരുന്നു? അതും പ്രാചീന ഭാരതത്തിൽ ഉണ്ടായിരുന്നു. മനു തുടങ്ങിയ ആചാര്യന്മാരൊക്കെ ഗാന്ധർവ സമ്പ്രദായത്തെ അംഗീകരിച്ചിട്ടുണ്ട്. ചിലർ പറയും മനു സ്ത്രീ വിരോധിയാണ് എന്നൊക്കെ പറയും. ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹം കഴിക്കാനുള്ള അവകാശമൊക്കെ കൊടുത്തിട്ടുണ്ട്. മുഴുവൻ വായിച്ചു നോക്കാതെ അവിടെ എവിടെയൊക്കെ കണ്ടിട്ട് പറയാണ്. ഇഷ്ടപ്പെട്ട പുരുഷനെ വിവാഹം കഴിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം മനു സ്ത്രീകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 8 പെടാത്തൊരു വിവാഹമാണ് സ്വയംവരം. 8 പറയുന്നില്ല, പക്ഷെ സ്വയംവരവും പ്രാചീന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എത്രയോ സ്വയംവര വിഷയങ്ങൾ നമ്മുടെ ഇതിഹാസങ്ങളിലൊക്കെ പറയുന്നുണ്ട്. പ്രധാനമായി ക്ഷത്രിയ സ്ത്രീകൾക്കാണ് സ്വയംവരം പറഞ്ഞത്. രാജകുമാരന്മാരെ, ഇഷ്ടപ്പെട്ട രാജകുമാരന്മാരെ സ്വീകരിക്കുന്ന സമ്പ്രദായം സ്വയംവരം. ഇങ്ങനെയൊക്കെ വിവാഹങ്ങളുണ്ട്. അതിൽ ഇവിടെ പറഞ്ഞത് എന്താണ്? രാക്ഷസീയമായി എന്നെ വിവാഹം കഴിക്കണം എന്നാണ് രുക്മിണി പറഞ്ഞത്. അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ വന്നു, യുദ്ധമൊക്കെ ചെയ്ത് പരാജയപ്പെടുത്തി ഒരു പെൺകുട്ടിയെയും കൈ പിടിച്ച് നേരെ പോയി മാലടാനായിട്ട് നോക്കുകയാണ്. അന്നേരം അവള് പറഞ്ഞാലോ, ഞാൻ രുക്മിണി എന്നല്ല, രുക്മിണിയുടെ വല്യമ്മേന്റെ മകളാന്ന് പറഞ്ഞാൽ ആർക്കതിന്റെ വിഷമം? എനിക്ക് തന്നെയാണ് അതിന്റെ ദുഃഖം ഉണ്ടാവുക. കാരണം അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അങ്ങ് കൈ പിടിച്ചാൽ ആരും കൂടെ പോവുകയും ചെയ്യും. ഞാൻ രുക്മിണി അല്ലാന്നൊന്നും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, എപ്പോഴാ കാണാൻ കഴിയുക? ഞാൻ കുലദേവി യാത്ര, പൂർവേദ്യുരസ്തി മഹതീ കുലദേവി യാത്ര. അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ട്. ശിവനും പാർവതിയും ഒക്കെ ഇരിക്കുന്ന ഒരു അമ്പലമുണ്ട്. ഉമാമഹേശ്വരനായി കൊണ്ടുള്ള പ്രതിഷ്ഠയാണ്. അവിടെ ഞാൻ തൊഴാനായിട്ട് പോകും. തൊഴാനായി പോയി തിരിച്ചു വരുന്ന സമയത്ത് അങ്ങേക്ക് എന്നോട് താല്പര്യമാണെങ്കിൽ വിവാഹം കഴിക്കാന്ന് പറഞ്ഞു. എന്നെ തട്ടിക്കൊണ്ടുപോവാന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിലോ രുക്മിണി തീവണ്ടിക്ക് തലവെക്കും, തൂങ്ങിച്ചാവുന്നൊന്നും പറഞ്ഞില്ല. എന്നാണോ അങ്ങയെ ലഭിക്കുക അതുവരെ, ഈ ജന്മത്തിൽ കിട്ടിയില്ലെങ്കിൽ ഈ ജന്മം ഞാൻ എന്ത് ചെയ്യും? വ്രതത്തോടുകൂടി ഭക്ഷണമൊന്നും കഴിക്കാതെ ഈ ജന്മം ഞാൻ ഒഴിവാക്കും. ഇനി അടുത്ത ജന്മത്തിൽ അങ്ങയെ കിട്ടിയില്ലെങ്കിൽ അന്നേരം ഞാൻ ഇതേപോലെ വ്രതങ്ങളൊക്കെ ചെയ്ത് എന്റെ ശരീരത്തെ ഞാൻ നശിപ്പിക്കും. അങ്ങനെ 100 ജന്മം കഴിഞ്ഞിട്ടാണ് അങ്ങയിലേക്ക് എത്തുന്നത് വെച്ചാൽ അതുവരെ ഞാൻ കാത്തിരിക്കുന്നൊക്കെയാ പറഞ്ഞത്. അതൊക്കെ ഇങ്ങനെ കിട്ടിയ സമയത്ത് ഭഗവാൻ എന്നെ നല്ല സന്തോഷമായി. സ്ഫാടീക ഭൂതലം തന്നീലേ പായുന്ന പാദങ്ങൾ എന്ന പോലെ. ഒരു സ്ഫടികത്തിന്റെ മുകളിലേക്ക് ഒരു സൂര്യപ്രകാശമൊക്കെ തറച്ച അങ്ങനെ ഉണ്ടാവും. അതുപോലെ ഭഗവാന്റെ മുഖം അങ്ങനെ ഓരോരോ ശ്ലോകം വായിക്കുമ്പോ അങ്ങനെ വിടർന്ന് അങ്ങനെ വരികയാണ്. താമാനയിഷ്യ ഉന്മധ്യ രാജന്യാപസദാൻ മൃഥേ. ഞാൻ അവരൊക്കെ തോൽപ്പിച്ച് ഇപ്പൊ തന്നെ എന്ത് ചെയ്യും? രുക്മിണിയെയും കൂട്ടി ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. ആ ബ്രാഹ്മണന്റെ ഒരു ഷൈക്കന്റെ ഒക്കെ അങ്ങനെ കൊടുത്തു. ഗൃഹീത്വാ പാണിനാ പാണിയും. ഈ ഷൈക്കന്റെ കൊടുക്കുക എന്നുള്ളതൊന്നും വിദേശ സംസ്കാരം ഒന്നല്ല, അതൊക്കെ ഭാരതത്തിൽ നിന്ന് പോയതാണ്. അത്രദിക്ക് കാണാം, കൈ കൊടുത്തു എന്ന് കാണാം, എത്രയോ സ്ഥലത്ത് കാണാം. ഭാഗവത്തിലും ഭാരതത്തിലും ഒക്കെ കാണാൻ കഴിയും. കൈയൊക്കെ കൊടുത്തു. വേഗം ഭഗവാന്റെ ഒരു തേരുണ്ട്, ആ തേര് തയ്യാറായി. സാരഥിയായ ദാരുകൻ വന്നു. ഭഗവാന്റെ 4 കുതിരകള്, ശൈബ്യൻ, സുഗ്രീവൻ, മേഘപുഷ്പൻ, ബലാഹകൻ, അതിഗംഭീരന്മാരായ കുതിരകളാണ്. ആ കുതിരകളെ പൂട്ടിയ തേരിൽ ഭഗവാൻ അങ്ങനെ കയറി അങ്ങനെ പുറപ്പെട്ടു. വിദർഭയിലേക്ക് ഇങ്ങനെ പുറപ്പെടുകയാണ്. അവിടെ വിദർഭ നഗരം വളരെ കേയമായിട്ട് അങ്ങനെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഒരു സ്വർഗത്തിന്റെ ചെറു പതിപ്പാണ് തോന്നും കണ്ടാൽ. അവിടെ എല്ലാ ദിക്കിലും വിളക്കുകളൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. റോഡുകളൊക്കെ വളരെ ഭംഗിയായിട്ട് അങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. ഓരോരോ സ്ഥലങ്ങളിലും
അവിടെ വിവാഹാഘോഷമാണ്, അവിടുത്തെ രാജകുമാരിയുടെ വിവാഹമാണല്ലോ. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇങ്ങനെ നടക്കുന്നുണ്ട്. ആളുകളൊക്കെ ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് അങ്ങനെ വന്നിട്ടുണ്ട്. ബ്രാഹ്മണരൊക്കെ ഇങ്ങനെ വന്നു, അവര് ഋത്തിക്കുകളൊക്കെ വന്നു, മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നുണ്ട്, വേദമന്ത്രങ്ങളൊക്കെ ജപിക്കുന്നുണ്ട്. ശിശുപാലൻ അവിടേക്ക് ചെന്നിട്ടുണ്ട്. അതുപോലെ ജരാസന്ധൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അന്ന് 54 രാജാക്കന്മാരാണ്, 54 ജനപദങ്ങളാണ്, അല്ല 56 ജനപദങ്ങളാണ് പ്രാചീന ഭാരതത്തിലുള്ളത്. അതിൽ 2 ദിക്കിലേക്ക് കത്തയച്ചിട്ടില്ല. ഒന്ന് ദ്വാരകയിലേക്ക് കത്തയച്ചിട്ടില്ല, ഒന്ന് വരനിയാണ്, എനിക്ക് കത്തയക്കേണ്ട കാര്യമില്ലല്ലോ. ബാക്കി 54 ജനപദങ്ങളിലുള്ളവരും അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരാൾ കത്തയച്ചിട്ടുണ്ടേ, ഇവിടുത്തെ ആൾക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഭഗവാന് കത്തയച്ചിട്ടുണ്ട്, ദ്വാരകയിലേക്ക് കത്തയച്ചിട്ടുണ്ട്. അച്ഛനും നല്ല രുക്മിണിയാ കത്തയച്ചത്. ഭഗവാനും അവിടേക്ക് എങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ രുക്മിണിക്ക് ഇതൊന്നും അറിയില്ലല്ലോ. രുക്മിണി ആകെ സങ്കടത്തോടുകൂടി അകത്ത് അന്തഃപുരത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. രുക്മിണി ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്താ ആലോചിക്കുന്നത്? ഭാഗവതത്തിലൊക്കെ പറയും, വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട് ഭാഗവതത്തിൽ. ഞാൻ ദേവിയെ സേവിച്ചും കൊണ്ടായിരുന്നു, ഭഗവാനെ സേവിക്കാറുണ്ടായിരുന്നു. എന്നിട്ടും ഈ പോയ ബ്രാഹ്മണനെ കുറിച്ചൊരു വിവരവും ഇല്ല, ഭഗവാൻ വരുവോ നിശ്ചയില്ല. അങ്ങനെ ആകെ കൂടെ വിഷമിച്ചും കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിഷമിച്ചും കൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് രുക്മിണിയുടെ ഇടത്തെ ഭാഗം ഒന്ന് വിറച്ചു എന്നാണ്. ഇടത്തെ ഭാഗം വിറയ്ക്കുന്നത് സ്ത്രീകൾക്ക് വളരെ നല്ലതാണ്. വാദം വന്നിട്ടൊന്നും ആവരുത്, സ്വാഭാവികമായിട്ടാണ് വളരെ നല്ലതാണ്. അങ്ങനെ പറയാറുണ്ട്. ഈ രാമായണത്തിൽ കാണാം, ഹനുമാൻ ലങ്കയിലേക്ക് കടക്കുന്ന സമയത്ത് രാവണന്റെയും സീതയുടെയും ഇടതുഭാഗം വിറച്ചു എന്ന് പറയുന്നുണ്ട്. രാവണനത് മോശമാണ്, പുരുഷന്മാർക്ക് വലതുഭാഗം വിറയ്ക്കണം എന്നാണ്. സ്ത്രീകൾക്കോ അത് നല്ലതാണ്, ഇങ്ങനെയാ പറയാറുള്ളത്. അതുകൊണ്ടാണ് ഹനുമാൻ ലങ്കയിലേക്ക് എത്തിയ സമയത്ത് ഇങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. സുന്ദരകാന്ഡത്തിൽ കാണാം. രുക്മിണി ഒന്ന് മയങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോഴോ ആ ബ്രാഹ്മണൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീകൃഷ്ണൻ വന്നു എന്നുള്ള കാര്യം അവിടെയൊക്കെ അങ്ങോട്ട് മനസ്സിലായി. ജനങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഭഗവാനെ കാണാനായിട്ട്. ആളുകൾ മുഴുവൻ ഭഗവാൻ ഇരിക്കുന്ന ദിക്കിലങ്ങനെ വന്നു, ഭഗവാനെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം സൂപ്പർ സ്റ്റാർ എന്നൊന്നും പറഞ്ഞാൽ പോരാ, യൂണിവേഴ്സൽ സ്റ്റാർ ആണ് കൃഷ്ണൻ. എന്താ കൃഷ്ണനെ വയ്യാത്തത്? ബാലോ അപ്പി ശൈലോദ്ധരണേ നിമഗ്ന, ബാലനാണെങ്കിലും ശൈലോദ്ധരണേ. ഭാരോദ്വാഹനം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഒരു 125 കിലോ 150 കിലോ ഒക്കെ പൊക്കിയിട്ടുണ്ടെങ്കിലൊക്കെ സ്വർണ്ണമൊക്കെ കിട്ടും. 150 കിലോ ഒന്നല്ല ഭഗവാൻ എടുത്തുയർത്തിയത്, ഒരു കുന്ന് തന്നെ എടുത്തുയർത്തിയിട്ടുണ്ട്. ഇപ്പൊ ഭാരോദ്വാഹനത്തിന്റെ കാര്യത്തിൽ ആരാ കൃഷ്ണനേക്കാൾ കേമനായിട്ടുള്ളത്? ആരുമില്ല. നീ നൃത്തത്തിന്റെ കാര്യത്തിലോ അതിലും അതെ. കലാ വിഷയങ്ങളില് കൃഷ്ണനെ പോലെ ആർക്കാ കഴിയുക? ആർക്കും കഴിയില്ല. ഇനി ഉപദേശിക്കാനാണെങ്കിലോ അതാർക്കാ കഴിക്കുക? അതും വേറെ ആൾക്കും സാധിക്കില്ല. നയതന്ത്രജ്ഞത ആർക്കാ കൂടുതൽ? അതും ശ്രീകൃഷ്ണൻ തന്നെ. എല്ലാം തകഞ്ഞും കൊണ്ട് നായക സങ്കല്പങ്ങളുടെ പരിപൂർണത എന്ന് പറഞ്ഞാൽ ആരിലാണത്? ശ്രീകൃഷ്ണനിലാണുള്ളത്. മനസ്സിലാക്കേണ്ടത് എന്താ ഭഗവാന് വയ്യാത്തത്? സകലം വഹിക്കും. തേര് തെളിക്കണോ അത് വഹിക്കും, യുദ്ധം ചെയ്യണോ അത് വഹിക്കും, സന്ധി ചെയ്യണോ അത് വഹിക്കും, നൃത്തം ചെയ്യണോ അത് കഴിയും. എന്താ പറ്റാത്തത്? നീ ഓട്ടം അത് വേണോ അത് വഹിക്കും, കാളപ്പോര് അത് വേണോ അത് വഹിക്കും. ഈ ജല്ലിക്കെട്ട്, കാളപ്പോര്, ഇതിലൊക്കെ ഉള്ള കാളകളൊക്കെ മെരിക്കുന്നതൊക്കെ എവിടുന്ന് വന്നതാണ്? കൃഷ്ണന്റെ സമ്പ്രദായത്തിൽ നിന്ന് വന്നതാണ് ഇതൊക്കെ. അതും വഹിക്കും. എന്താ വയ്യാത്തത്? സ്പെയിനിൽ നിന്ന് ഇങ്ങോട്ട് വന്നു എന്നല്ല ഒന്നും. ചിലർ പറയട്ടെ സ്പെയിനിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാന്നൊക്കെ. സ്പെയിനിൽ നിന്ന് വന്നോന്നല്ല, ഇതൊക്കെ ഇവിടുന്ന് പോയതാണ്. ഗുസ്തി ആർക്കാ? കൃഷ്ണനെ പോലെ ആർക്കാ വഹിക്കുക? ചാണൂരനെയും മുഷ്ടികനെയും ഒക്കെ ആന്ധ്രയിൽ നിന്നാണ് ഗുസ്തി ഉണ്ടായത്. ആന്ധ്രയിലുള്ള ഒരു പ്രധാനപ്പെട്ട കലാ സമ്പ്രദായം ആന്ധ്രയിലും അതുപോലെ ഹരിയാന ഭാഗത്തും ഉണ്ട്. ചാണൂരനും മുഷ്ടികനും ഒക്കെ ആന്ധ്രയിൽ നിന്ന് പോയ ഗുസ്തിക്കാരാണ്. അവരൊക്കെ എത്ര പെട്ടെന്നാ ഭഗവാൻ കീഴ്പ്പെടുത്തിയത്? അതും വഹിക്കും. എന്താ വയ്യാത്തത് കൃഷ്ണന്? സകലം കഴിയുന്നർത്ഥം. അങ്ങനെയുള്ള ആ കൃഷ്ണൻ അങ്ങനെ വന്നു എന്ന് കേട്ടപ്പോഴേക്കും കൃഷ്ണമാഗതമാകർണ്യ വിദർഭപുരവാസിന ആഗത്യ നേത്രാഞ്ജലിഭി പപുസ്തൻ മുഖ പങ്കജം. ഭഗവാനെ കാണാനായി ഭഗവാന്റെ മുമ്പിൽ അങ്ങനെ വന്നു നിൽക്കുകയാണ്. ഈ ശിശുപാലനൊരു വെള്ളം കൊണ്ട കൊടുക്കാൻ പോയ ഒരു കാര്യസ്ഥനും ആ ഭാഗത്തൊന്നുമില്ല. സകല ആൾക്കാരും കൃഷ്ണൻ നിൽക്കുന്ന ആ മാളികയുടെ 4 ഭാഗത്തും അങ്ങനെ ഇരിക്കുകയാണ്. അവരിങ്ങനെ പറയാൻ തുടങ്ങി, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭഗവാൻ തന്നെ എടുക്കട്ടെ. അനുഗൃഹാതു വൈദർഭ്യ പാണിമച്യുത. ഭഗവാന്റെ ആ കൈകൾ ആര് പിടിക്കട്ടെ? അല്ലെ രുക്മിണിയുടെ കൈകൾ ആര് പിടിക്കട്ടെ? ശ്രീകൃഷ്ണൻ പിടിക്കട്ടെ. ഇങ്ങനെ ജനങ്ങളടക്കം മനസ്സുകൊണ്ട് അങ്ങനെയാ വിചാരിച്ചത്. ഏതായാലും ഈ വിവരം ശിശുപാലൻ അറിഞ്ഞു. ശിശുപാലൻ ജരാസന്ധന്റെ അടുത്ത് പോയി പറഞ്ഞു, നമുക്ക് ഇപ്പൊ തന്നെ വിവാഹം നടത്തിയാലോ? എന്താ ശിശുപാല അങ്ങനെ പറയാൻ? അല്ല കൃഷ്ണൻ വന്നു എന്താ കുഴപ്പം? അല്ല വന്നു, കൃഷ്ണൻ നീ കൊണ്ടുപോയാലോ? കൃഷ്ണൻ കൊണ്ടുപോകില്ല, ഒക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അല്ല നോക്കിയാ പോരെ, കൃഷ്ണൻ കൊണ്ടുപോകണത് നോക്കി തന്നെ ഉണ്ടാവുള്ളൂ.
നീ വിഷമിക്കുന്നു വേണ്ട. എന്തെങ്കിലും കുരുത്തക്കേട് കൃഷ്ണൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യോത്സ്യാമ സംഹതാസ്തേന, ഭഗവാന്റെ കഴുത്ത് ബാക്കി ഉണ്ടാവില്ല, കൃഷ്ണന്റെ കഴുത്ത് ബാക്കി ഉണ്ടാവില്ല എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു. ശിശുപാലൻ ഏകദേശം ഉറപ്പായി, എനിക്ക് ഏതായാലും രുക്മിണിയെ കിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പായി. അങ്ങനെ രുക്മിണിയുടെ ക്ഷേത്രത്തിലേക്കുള്ള സഞ്ചാരാണ്. ക്ഷേത്രത്തിലൊക്കെ പോയി അവിടെ ചെന്നു. അവിടെ പോയി പ്രദക്ഷിണമൊക്കെ നടത്തി ഭഗവതിയെയൊക്കെ നമസ്കരിച്ചു. എന്നിട്ട് കുലവധൂഭിരുപേത്യ കുമാരികാഗിരിസുതാം പരിപൂജ്യ ച സാദരം മുഹുരയാച തൽപദ പങ്കജേ നിപതിതാ പതിതാം തവ കേവലം. അവിടെ ചെന്നു. ദേവിയുടെ ക്ഷേത്ര, പാർവതിയുടെ ക്ഷേത്രാണ്. അവിടെ നമസ്കരിച്ചു, പ്രദക്ഷിണാദികളൊക്കെ ചെയ്തു, ദാനം തുടങ്ങിയതൊക്കെ ചെയ്തു, താലിപൂജ തുടങ്ങിയതൊക്കെ നടത്തി. അതൊക്കെ കഴിഞ്ഞു. കൂടെ കുറച്ച് സ്ത്രീകളൊക്കെ പോയിട്ടുണ്ട്. അവര് മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ശിശുപാലൻ വിവാഹം കഴിക്കണം എന്നാണല്ലോ അവർക്ക് അത്രയല്ലേ അറിയുള്ളൂ. അവരതൊക്കെ പറഞ്ഞു കൊടുത്തു. ആ രുക്മിണി എന്താ പറഞ്ഞത്? നമസ്യേ ത്വാം അംബികേ അഭീക്ഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാൽ പതിർമേ ഭഗവാൻ കൃഷ്ണസ്തനുമോദതാം. എന്റെ ഭർത്താവായി കൃഷ്ണൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് രുക്മിണി അവര് പറഞ്ഞു കൊടുത്തത് എന്താണ്? ശിശുപാല എന്നാ പറഞ്ഞു കൊടുത്തത്. പക്ഷെ രുക്മിണി എന്ത് ചെയ്തു? കൃഷ്ണസ്തനുമോദതാം, കൃഷ്ണൻ വരട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ച് നേരെ ആ വിവാഹ മണ്ഡപത്തിലേക്ക് അങ്ങനെ വരികയാണ്. ആ വരവ് വല്ലാത്തൊരു വരവായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന അനവധി രാജാക്കന്മാര് രുക്മിണിയുടെ ആ സൗന്ദര്യത്തിൽ ഭ്രമിച്ചുപോയി എന്നാണ്. സമവലോക കുതൂഹല സങ്കുലേ നൃപകുലേ നിഭൃതം ത്വയി ച സ്ഥിതേ നൃപസുതാ നിരഗാൽ ഗിരിജാലയാൽ സുരുചിരം രുചിരഞ്ചിത ദിങ്മുഖ. അനവധി ആൾക്കാർ ആ രുക്മിണിയുടെ സൗന്ദര്യത്തിൽ തന്നെ ഭ്രമിച്ചുപോയി. അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരായി വരുന്നത്? താം ദേവമായാമിവ വീരമോഹിനിയും. സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ തന്നെ അവതാരമാണല്ലോ. രുക്മിണി എങ്ങനെ വന്നു, പതുക്കെ പതുക്കെ എങ്ങനെ വരുന്നു. ഭഗവാൻ എങ്ങനെ കണ്ടു. പക്ഷെ അങ്ങോട്ടല്ലല്ലോ പോണ്ടത്. പ്രതിശ്രുത വരൻ ആരാണ്? ശിശുപാലനാണല്ലോ. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോവാൻ നോക്കുകയാണ്. നോക്കുമ്പം ഭഗവാൻ പറഞ്ഞു, നീ എവിടേക്കാ പോണത്? കൊന്നു ഗമിഷ്യസി ചന്ദ്രമുഖി തീതാം. ഇതാണ് തേര്, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു ഭഗവാൻ രുക്മിണിയെയും എടുത്ത് തേരിലേക്ക് അങ്ങോട്ട് ഇട്ടു. ഗോവർദ്ധൻ എടുത്തോ ഉയർത്തിയ ഭഗവാൻ രുക്മിണിയെ എടുത്ത് തേരിടാനാണോ പ്രയാസം? എല്ലാവരും അവിടെ ഉണ്ട്. ശിശുപാലുണ്ട്, ദന്തവക്തനുണ്ട്, അനവധി ആൾക്കാരുണ്ട് അവിടെ. എല്ലാം നോക്കിക്കൊണ്ട് നടക്കുന്ന ജരാസന്ധനുണ്ട്. ഇവിടെയൊക്കെ മുമ്പ് കൂടെ ഭഗവാൻ തേര് ഓടിച്ചങ്ങോട്ട് പോവുകയും ചെയ്തു. നാട്ടിലൊരു ചൊല്ലില്ലേ, മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയാറില്ല. എല്ലാവരും നോക്കി നിൽക്കെ രുക്മിണിയെയും കൊണ്ട് ഭഗവാൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. അതോടുകൂടി വലിയ ദേശീയായി. ഈ സന്ദർഭത്തിൽ തന്നെ അവിടേക്ക് ആരും വന്നിട്ടുണ്ടായിരുന്നു? ബലരാമനും എത്തിയിട്ടുണ്ടായിരുന്നു. അത് പറയാൻ വിട്ടുപോയതാണ്. ബലസമേത ബലാനുഗതോ ഭവാൻ പുരമഗാദഥ ഭീഷ്മകമാനിതം. ബലരാമനോടൊപ്പാണ് ഭഗവാൻ എവിടേക്ക് എത്തിയത്? ഈ ഭീഷ്മക രാജധാനിയിലേക്ക് എത്തിയത്. ബലരാമൻ പോകുമ്പോ ബലരാമൻ ഉണ്ടായിരുന്നില്ല. ബലരാമന് മനസ്സിലായി കൃഷ്ണൻ ഈ ദ്വാരകയിൽ നിന്ന് പോയത് വിദർഭയിലേക്കാണ് എന്നൊക്കെ മനസ്സിലായി. വളരെ പെട്ടെന്ന് തന്റെ സൈന്യത്തോടു കൂടി ബലരാമൻ എങ്ങോട്ട് വന്നതാണ്? ഈ രാജധാനിയിലേക്ക്, വിദർഭയിലേക്ക് വന്നതാണ്. ബലരാമൻ മുന്നോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് രുക്മിണിയുടെയും കൃഷ്ണന്റെയും വിവാഹം കഴിഞ്ഞു. സദ്യ ദ്വാരകയിൽ വെച്ചാണ്. എല്ലാവർക്കും അങ്ങോട്ട് വരാം. ഞാനാണ് കാരണവര്, ക്ഷണിച്ചു. എല്ലാവർക്കും അങ്ങോട്ട് വരാം. നീ ഇവിടുന്ന് അങ്ങനെ യുദ്ധത്തിനൊക്കെ ആയിട്ടാണ് പുറപ്പെടുന്നതെങ്കിൽ ഇവിടെ വെളുമ്പോ ചോറൊന്നും ആവില്ല, ചോരയാവും എന്ന് പറഞ്ഞു. ഇനി ഒരാൾ എതിർക്കാനില്ല. സകല ആൾക്കാർ തിരിഞ്ഞുപോയി. ഒരാൾ യുദ്ധത്തിനില്ല. ശിശുപാലനോട് രാസന്ധം പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നു? എത്രയോ രുക്മിണി ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടാവും. ഇത് ലോകത്തിന്റെ സ്വഭാവമാണ്, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, വിഷമിക്കുന്നു വേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ജരാസന്ധൻ ശിശുപാലനോട് കൂടി ആരും കാണാതെ രാത്രി ഇന്നെ അവിടുന്ന് പോവുകയും ചെയ്തു. ഈ വിവരം ആരറിഞ്ഞു? വല്യേട്ടനായ രുക്മി അറിഞ്ഞു. രുക്മി അവിടുന്ന് ഒരു എന്താ പ്രതിജ്ഞയ്ക്ക് അങ്ങോട്ട് എടുത്തു. എന്താ പ്രതിജ്ഞ? തദനു രുക്മിണമാഹതമാ ആഗതമാഹവേ കുനുഗത പശുപാല ഇതി ക്രുധ. അവിടുന്ന് ഒരു പ്രതിജ്ഞയ്ക്ക് അങ്ങോട്ട് എടുക്കുകയാണ്. ഞാനിതാ എന്റെ പെങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നില്ലെങ്കിൽ, കൃഷ്ണനെ കൊന്ന് എന്റെ പെങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ഈ സ്ഥലത്തേക്ക് കടക്കില്ല. എനിക്കാ പ്രതിജ്ഞ എടുത്തത്. കുറെ ആൾക്കാർക്ക് വളരെ സന്തോഷമായി. കാരണം ഈ ചങ്ങാതിന്റെ ഉപദ്രവം ഇനി ഉണ്ടാവില്ലല്ലോ. കൃഷ്ണനെ കൊന്നിട്ട് രുക്മിണിയെയും കൂട്ടിങ്ങോട്ട് വരും എന്നാ പറഞ്ഞത്. നടക്കുന്ന കാര്യമല്ല. ഏതായാലും ഇയാൾ പുറപ്പെട്ടു. രുക്മി പോയി അവിടെ ചെന്നു. യുദ്ധം കണ്ടു തുടങ്ങി. യുദ്ധത്തില്
കൃഷ്ണൻ ആദ്യം വിചാരിച്ചു തന്റെ ഭാര്യാ സഹോദരനല്ലേ, വലിയ കേമായിട്ടൊന്നും യുദ്ധം ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ആദ്യം ആ വില്ല് ഭഗവാൻ മുറിച്ചു. രണ്ടാമത് വേറൊരു വില്ലെടുത്തു വന്നു, ആ വില്ലും ഭഗവാൻ മുറിച്ചു. പിന്നെ വാളും കൊണ്ട് വന്നു രുക്മി. ഭഗവാൻ ഒരൊറ്റ തിരിയല്ല കൊണ്ട് രുക്മിയുടെ വാള് തന്റെ കയ്യിലേക്ക് എത്തിച്ചു. എന്നിട്ട് രുക്മിയെ അങ്ങോട്ട് വെട്ടാൻ പുറപ്പെടുകയാണ്. അന്നേരം രുക്മിണി പറഞ്ഞു, അങ്ങനെ ചെയ്യരുതേ. യോഗേശ്വര പ്രമേയാത്മൻ ദേവദേവ ജഗൽപതേ ഹന്തും നർഹസി കല്യാണ പ്രാതരം മേ മഹാഭുജ്യ. എന്നോട് നല്ല താല്പര്യമുണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടമുണ്ട്. അങ്ങയുടെ മഹത്വം ഒന്നും അറിയാത്തത് കൊണ്ടാണ് ഈ രുക്മി ഈ വിവാഹത്തിനൊക്കെ എതിരായിട്ട് നിന്നത്. അദ്ദേഹത്തിനെ വധിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ തന്റെ പത്നി ആദ്യം തന്നെ പറഞ്ഞത് ഇങ്ങനെയല്ലേ, അത് വേണ്ടാന്ന് നിശ്ചയിച്ചു. പക്ഷെ ആയുധം എടുത്താൽ അത് വെറുതെ ആക്കാനും പാടില്ല. രുക്മിയുടെ ആ തലമുടിയുടെ പകുതി ഭഗവാൻ വടിച്ചു കളഞ്ഞു, മീശയുടെ പകുതി വടിച്ചു, താടിയുടെ പകുതി വടിച്ചു. ഇപ്പൊ കൂടി ഈ വയലിനടുത്തൊക്കെ ഓരോരോ ഇതുണ്ടാക്കി വെക്കില്ലേ, കോലങ്ങൾ ഉണ്ടാക്കി വെക്കില്ലേ, അതുപോലെ കണ്ണു പറ്റാതിരിക്കാനൊക്കെ അതേപോലെ ആക്കി ഭഗവാൻ ആ തേരിന്റെ മുകളിൽ കെട്ടിട്ടു. ഈ സമയത്താ ബലരാമൻ യുദ്ധമൊക്കെ കഴിഞ്ഞങ്ങനെ വരുന്നത്. ബലരാമൻ ചോദിച്ചു കൃഷ്ണനോട്, ഇത് ശരിയായില്ലേ കൃഷ്ണ, അങ്ങനെയൊന്നല്ല വേണ്ടത്. അസാധ്യുതം ത്വയാ കൃഷ്ണ, അങ്ങനെയൊന്നല്ല വേണ്ടത്. നിന്റെ ബന്ധു ആവേണ്ടവനല്ലേ എന്നൊക്കെ പറഞ്ഞു. രുക്മിണിയോട് പറഞ്ഞു, നീ വിഷമിക്കുന്നു വേണ്ട, ക്ഷത്രിയാണ് അയം ധർമ്മ, ക്ഷത്രിയന്മാർക്ക് ഇതൊക്കെയാണ് ധർമ്മം, അവര് വാളോണ്ടാണ് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു. രുക്മിണിനെയും സമാധാനിപ്പിച്ചു. രുക്മി പിന്നെ അവിടുന്ന് പോവുകയും ചെയ്തു. ഭോജകടന്ന് പേരായ വേറൊരു സ്ഥലത്താണ് രുക്മി പിന്നെ താമസിക്കുന്നത്. ഭഗവാനോ രുക്മിണിയെയും കൂട്ടി ദ്വാരകയിൽ വന്നു. ദ്വാരകയിൽ വെച്ച് വളരെ ഭംഗിയായിട്ട് വിവാഹം നടന്നു എന്ന് പറയാണ്. തദനുരു ഹൃതമദം പരിമുച്യ ബലോക്തിഭി പുരമയാ രമയാ സഹ കാന്തയാ നവസമാഗമലജ്ജിത മാനസാം പ്രണയ കൗതുക ജൃംഭിതമന്മഥാം വിവിധ നർമ്മഭിരേവ മഹർനിശം പ്രമദമാകലയൻ പുനരേകദാ. വിവാഹം കഴിച്ച ആ വിഷയം വളരെ ചുരുക്കി, ഒരു ശ്ലോകം കൊണ്ട് പോലും പറഞ്ഞിട്ടില്ല, വളരെ ചുരുക്കി കൊണ്ടാണ് പറഞ്ഞു പോവുക ചെയ്തത്. നാരായണീയത്തില് ഭാഗവതത്തിൽ വളരെ ഭംഗിയായിട്ട് അവിടെ പറയും, ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ വിധിവത് ഉപയേമേ കുരുദ്വഹ. 60-ാമത്തെ അധ്യായം കൂടി ഒരു ഭാഗത്ത് സംഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വേഗം അങ്ങോട്ട് പറഞ്ഞു പോയത്. എല്ലാ ഭാഗം കൂടി സംഗ്രഹിക്കണമല്ലോ, എളുപ്പമല്ല. ഭാഗവതത്തിൽ പറഞ്ഞത് മുഴുവൻ സംഗ്രഹിക്കുകയാണ്. അപ്പൊ അവിടെ ചെന്നു ദ്വാരകയിൽ വെച്ച് വിധിവതുപയമേ, വിധിപ്രകാരം വളരെ ഭംഗിയായിട്ട് ആ വൈദിക സമ്പ്രദായത്തിൽ തന്നെ രുക്മിണിയെ വിവാഹം കഴിച്ചു എന്ന് പറയാണ്. ഭഗവാന് പ്രത്യേകിച്ച് ഒരു കർമ്മവും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഭഗവാൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം? ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ യോഗ്യത എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്യുക. ഭൂമി ജനിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമെല്ലാം കർമ്മങ്ങൾ, അവനവനിലേക്ക് വരുന്ന കർമ്മങ്ങൾ ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഇപ്പൊ ഭാഗവതത്തിൽ തന്നെ കാണാം, ഗൃഹേഷു ഗൃഹവാൻ ഇവ, ഗൃഹത്തിലിരിക്കുന്നു, ഗൃഹേഷു ഗൃഹവാൻ ഇവ, ഗൃഹസ്ഥനെ പോലെ എന്നാ പറഞ്ഞത്. ഭഗവാൻ വാസ്തവത്തിൽ ഗൃഹസ്ഥനൊന്നല്ല. ഗൃഹസ്ഥനാണോ? അല്ലെങ്കിൽ ഗൃഹസ്ഥനല്ല എന്ന് പറയാൻ വയ്ക്കുവോ? ത്രിലോകീ ഗൃഹസ്ഥായ വിഷ്ണോ നമസ്തേ എന്നാണ്. ഈ ലോകത്തിന്റെ മുഴുവൻ ഗൃഹസ്ഥനാണ് ഭഗവാൻ. ആ ഗൃഹസ്ഥനാണോ? ഒരു കർമ്മവും ഭഗവാൻ ചെയ്യുന്നില്ല, ഒന്നിനോടും സംഘമില്ലാത്തവനാണ്. പക്ഷേ അവതരിച്ചു കഴിഞ്ഞാൽ, ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ചില കർമ്മങ്ങളൊക്കെ ചെയ്യണം. കർമ്മഫലത്തിൽ എന്തുണ്ടാവരുന്നേ ഉള്ളൂ? ഒട്ടലുണ്ടാവരുന്നേ ഉള്ളൂ. ഫലം അനുകൂലമായാലും വിപരീതമായാലും ഒക്കെ ഒരുപോലെ കാണാനുള്ള ആ മനസ്സിന്റെ സന്തുലിതാവസ്ഥ അതുണ്ടാവണം. ആ യോഗബുദ്ധിയിലേക്ക് ഉയരണം. അതാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. കർമ്മമൊന്നും ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. ചില ആൾക്കാർ ഒരു കർമ്മവും ചെയ്യുന്നുണ്ടാവില്ല, വിവാഹം കഴിച്ചിട്ടുണ്ടാവില്ല, വീടുണ്ടാവില്ല, കുടുംബം ഉണ്ടാവില്ല. ഇതൊന്നും ഇല്ലെങ്കിലും ഉള്ളിലോ എല്ലാം വേണമെന്നുള്ള മോഹമുണ്ട്, അതുകൊണ്ട് കാര്യമുണ്ടാവും. അങ്ങനെയുള്ളവരെ ഭഗവാൻ എന്താ വിളിക്കുന്നത്? മിഥ്യാചാരസ ഉച്യതയെന്നാണ്. അവര് മിഥ്യാചാരന്മാരാണ് എന്ന് പറയും. ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവനവൻ എന്ത് ചെയ്യണം? ആ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാനായി ശ്രമിക്കണം. ഒന്നും ചെയ്യാതിരിക്കുകയല്ല വേണ്ടത്. കുറവൻ ഏവേഹ കർമാണി എന്നൊക്കെ ഉപനിഷത്തിലൊക്കെ കാണാം. ജിജീവീഷേ ശതം സമാഹ, സന്തോഷത്തോടുകൂടി 100 വർഷം ജീവിക്കാനായിട്ട് ആഗ്രഹിക്കണം എന്നാണ്. പക്ഷെ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ വിചാരിച്ച ഫലം കിട്ടണമെന്നൊന്നുമില്ല. ഇപ്പൊ വിപരീതമായ ഫലം കിട്ടിയെന്നും വരാം. രണ്ടായാലും ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. അതാണ് യോഗം എന്ന് പറയുക. ആ യോഗത്തിലേക്ക് ഉയരുകയാണ് വേണ്ടത്. അതാണ് ഭഗവാൻ കാണിച്ചു തരുന്നത്. രുക്മിണിയെ വിവാഹം കഴിച്ചു. അനവധി കാലങ്ങൾ കഴിഞ്ഞിട്ടാ ഭഗവാൻ ഒരു മകൻ ഉണ്ടായത്, പ്രദ്യുമ്നൻ ജനിച്ചത്. ആ പ്രദ്യുമ്നനെ കാണാതെയായി. ഒരു അസുരൻ
ഭഗവാന് നഷ്ടപ്പെട്ട സമയത്ത് അധികം ദുഃഖം ഉണ്ടായില്ല. പക്ഷെ ദുഃഖമില്ല എന്നല്ല, ദുഃഖത്തെയൊക്കെ നിയന്ത്രിക്കാൻ പഠിച്ചു, നിയന്ത്രിച്ചു നിർത്തി. ദുഃഖം ഭഗവാനെ ബാധിച്ചില്ല എന്നർത്ഥം. ദുഃഖിക്കാനുള്ള സാഹചര്യം ഉണ്ടായി, പക്ഷെ ഭഗവാനെ ദുഃഖം ബാധിച്ചുവോ? ഇല്ല. കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴോ ഈ മകൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പം ഭഗവാൻ അധികം സന്തോഷമായോ? അതുമില്ല. എപ്പോഴും ഒരേ ഭാവത്തിൽ തന്നെയായിരുന്നു. അതല്ലേ വിജ്ഞാതാർത്ഥോ അഭിഭഗവാൻ തൂഷ്ണീം ആസജനാർദ്ദന. ഭഗവാൻ ഒന്നും മിണ്ടാതിരുന്നു എന്നാണ്. നാരദ മഹർഷിയാണ് രുക്മിണിയോട് പറയുന്നത് ഇത് നിന്റെ മകൻ തന്നെയാണ് എന്നുള്ള കാര്യം അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴും ഭഗവാൻ ഒരേപോലെ തന്നെ നിന്ന്. അതാണ് കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. കർമ്മയോഗത്തിന്റെ ആശയം അതാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? യോഗസ്ഥ കുരു കർമാണി സംഗം തെക്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യൗ സമോ ഭൂത്വാ സമത്വം യോഗമുച്യതേ. യോഗസ്ഥ കുരു കർമാണി. അല്ലയോ അർജുന, നീ എങ്ങനെയാ ചെയ്യേണ്ടത്? യോഗസ്ഥനായും കൊണ്ട് കർമ്മങ്ങൾ ചെയ്യൂ. എങ്ങനെയാ യോഗസ്ഥനായി കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ സംഘം തെക്വാ ധനഞ്ജയ. സംഘം ഉപേക്ഷിക്കുക, കർമ്മഫലത്തോടുള്ള സംഘം ഉപേക്ഷിക്കുക. ഫലം വിചാരിച്ചതുപോലെ ആവാനും സാധ്യതയുണ്ട്, ആവാതിരിക്കാനും സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളൊരു ഒരു സസ്യം എന്തോ ആയിക്കോട്ടെ, തെങ്ങും തൈ ആയിക്കോട്ടെ, ഇത് കുഴിച്ചിട്ടു. തെങ്ങും തൈ കുഴിച്ചിട്ടു, അത് തെങ്ങായി എന്ന് വരാം, ചിലപ്പോ തെങ്ങായില്ല എന്ന് വരാം, അതിന് മുൻപ് തന്നെ നശിച്ചു പോയി എന്ന് വരാം. ഇനി തെങ്ങായാൽ തന്നെ കുറച്ച് കായൊക്കെ കിട്ടി, തേങ്ങയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കെ എന്തെങ്കിലുമൊക്കെ രോഗം വന്ന് നശിച്ചു പോയി ഇത് വരാം. പല അവസ്ഥകളും ഉണ്ടാവാം. ചിലപ്പോ ഈ വെച്ച ആൾക്ക് തന്നെ തേങ്ങ വലിക്കാൻ കഴിഞ്ഞോണമെന്നില്ല, അതിനു മുമ്പ് ഇയാൾ മരിച്ചു പോയി എന്ന് വരാം. ഇതിനൊക്കെ സംഭവിക്കാം. ഒന്നും ഉറപ്പൊന്നുമില്ല. കർമ്മത്തിൽ മാത്രമേ ഉറപ്പുള്ളൂ, കർമ്മം ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. ഫലത്തിൽ നമുക്ക് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല. അതല്ലേ വസ്തുതയല്ലേ അത്? ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് നമുക്ക് ചാടാം, ചാടാതിരിക്കാം, രണ്ടിനും അധികാരമുണ്ട്. ചാടിക്കഴിഞ്ഞാൽ കയ്യോ കാലോ ഒടിയുക, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുക, അത്യാഹിതം വരാം. അത് മാറ്റാൻ പറ്റുമോ? നമുക്ക് കഴിയില്ല. ചെയ്യാനും ചെയ്യാതിരിക്കാനും കഴിയും. ഒരു വിളക്ക്, അതിന്റെ മുകളിലുള്ള ആ വിളക്കിലുള്ള തീയിലേക്ക് നമുക്ക് തൊടാതിരിക്കാം. വിളക്കിന്റെ തിരിന്റെ മുകളിൽ തൊടാതിരിക്കാം. തൊട്ട് കഴിഞ്ഞാൽ പൊള്ളാതിരിപ്പിക്കാൻ പറ്റുമോ? നമുക്ക് കഴിയില്ല. തൊട്ടാ പൊള്ളും. കർമ്മം ചെയ്യാനും ചെയ്യാതിരിക്കാനും കഴിയും. നമുക്ക് കർമ്മം ചെയ്യുക, അത്രേ നമുക്ക് സാധിക്കുള്ളൂ. ഫലത്തിൽ പ്രത്യേകിച്ച് എന്തില്ല, ഒരു വിജയം വരാം, പരാജയവും സംഭവിക്കാം. ഒന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഏത് കാര്യം അങ്ങനെ തന്നെയല്ലേ. പക്ഷെ ഫലം കിട്ടില്ല എന്നാണോ പറഞ്ഞത്? അങ്ങനെ പറയുന്നില്ല. ഫലം കിട്ടില്ല എന്ന് പറയുന്നില്ല. നമ്മളെ കൊണ്ട് സാധിക്കുന്നത് എന്താണ്? കർമ്മം ചെയ്യാൻ മാത്രമാണ്. അപ്പൊ നമ്മളിലേക്ക് വരുന്ന കർമ്മം, ഗൃഹസ്ഥനാവേണ്ട കാലത്ത് ഗൃഹസ്ഥനാവുക, വിദ്യാർത്ഥിയാവേണ്ട സമയത്ത് വിദ്യാർത്ഥിയാവുക. ആ സമയത്ത് ചെയ്യേണ്ട കർത്തവ്യ കർമ്മങ്ങളൊക്കെ ചെയ്യുക. പഠിക്കുക. സമയത്ത് പഠിക്കുക. അത് കഴിഞ്ഞ് ഗൃഹസ്ഥനാവേണ്ട സമയത്തോ ഗൃഹസ്ഥനാവുക. മക്കളൊക്കെയായി അവരെ നല്ല രീതിയിൽ കൊണ്ടുപോവുക. അത് കഴിഞ്ഞു കുറച്ച് പ്രായമായി കഴിഞ്ഞാലോ, വാനപ്രസ്ഥനാവേണ്ട പ്രായത്തിലേക്ക് എത്തിയാലോ വീട്ടിൽ തന്നെ ഇരിക്കാം. വാനപ്രസ്ഥനാവുക എന്ന് പറഞ്ഞാൽ കാട്ടിൽ പോകണം എന്നൊക്കെയാ പഴയ കാലത്ത് പറയുക. ഇന്നിപ്പോ കാട്ടിലേക്ക് ഒന്നും പോകാൻ കഴിയില്ല. കാരണം എന്താണ്? കാടവിടെ ഇല്ല. കാടുണ്ടെങ്കിലല്ലേ കാട്ടിൽ പോകാൻ കഴിയും. അപ്പൊ എന്താ വേണ്ടത്? വീട്ടിൽ തന്നെ ഇരിക്കുന്നു. ഗൃഹേഷു അതിഥിവത് വസൻ എന്നൊക്കെ കാണാം. ഗൃഹത്തിലിരിക്കുകയാണെങ്കിലും ഞാനൊരു അതിഥിയാണ് എന്നുള്ള ഭാവത്തിൽ, സംഘങ്ങളൊന്നും ഇല്ലാതെ സന്യാസത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് വാസ്തവത്തിൽ വാനപ്രസ്ഥൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞാൽ അവസാനം സന്യാസത്തിന്റെ പ്രായമായാലോ സന്യസിക്കുക. എന്താ സന്യാസം വെച്ചാൽ? കാഷായം ധരിക്കുക എന്ന് മാത്രം അല്ല, കാമ്യകർമ്മങ്ങളൊക്കെ ഒഴിവാക്കി ലോകഹിതം ചരന്ത, ലോകത്തിന് ഹിതകരമായ രീതിയിൽ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തും കൊണ്ടിരിക്കുക. അങ്ങനെ അവനവന്റെ കർത്തവ്യ കർമ്മങ്ങളെ സംഘം കൂടാതെ, ഇതിന്റെ ഫലത്തിൽ പ്രത്യേകിച്ച് ആകാംക്ഷകളൊന്നും വെക്കാതെ ചെയ്തും കൊണ്ടിരിക്കുക. അതാ ഭഗവാൻ കാണിച്ചു തന്നത്. ഭഗവാൻ എല്ലാ കർമ്മവും ചെയ്തു. വിദ്യാഭ്യാസം ചെയ്തു, വിവാഹം കഴിച്ചു, മക്കളായി, മക്കൾക്ക് ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ഇമം ലോകമമും ചെയ്വ രമേ ക്ഷണതയാ ദത്ത, എല്ലാവരെയും സന്തോഷിപ്പിച്ചു. വിരാഗ സമജായത, വൈരാഗ്യത്തോടുകൂടി തന്നെ ഭഗവാൻ എല്ലാ കർമ്മങ്ങളും ചെയ്തു. വൈരാഗ്യം വെച്ചാൽ ഭഗവാന് പ്രത്യേകിച്ച് ഒന്നിലും ഒട്ടലില്ലായിരുന്നു. രാമകൃഷ്ണദേവൻ പറയുന്നത് പോലെയാണ്, വെള്ളം എന്തിലൂടെയേ പോവുള്ളൂ? വെള്ളത്തിലൂടെയേ പോവുള്ളൂ. പക്ഷെ വള്ളത്തിന്റെ ഉള്ളിൽ എന്ത് കയറരുത്? വെള്ളം കയറരുത്. അതുപോലെയാ ഭഗവാന്റെ സമ്പ്രദായം. ഭഗവാൻ എല്ലാ കർമ്മവും ചെയ്തു, പക്ഷെ ഒന്നിലും ഭഗവാൻ എന്തുണ്ടായിരുന്നില്ല? യാതൊരു സംഘവും ഉണ്ടായിരുന്നില്ല. വിരാഗമായി വൈരാഗ്യത്തോടുകൂടി തന്നെ ഇരുന്നു. ഈ ലോകത്തെയും ദേവന്മാരെയും എല്ലാവരെയും സന്തോഷിപ്പിച്ചും കൊണ്ട്, തന്റെ നോട്ടം കൊണ്ടും തന്റെ സംസാരം കൊണ്ടും തന്റെ പ്രവൃത്തികളെ കൊണ്ടും
തന്റെ എല്ലാ അവസ്ഥകളെയും, ബാല്യം, കൗമാരം, യൗവന്യം, വാർദ്ധക്യം കൃഷ്ണനില്ല, ഇപ്പോഴും യൗവന്യം തന്നെയാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിച്ചു എന്നുള്ളതാണ്. എല്ലാത്തിനും ഭഗവാൻ കൃഷ്ണനല്ലാണ്ട് വരെ ആരെയാ എങ്ങനെ കാണാൻ കഴിയുക? നമുക്ക് എത്രയോ ആചാര്യന്മാരുണ്ട്, നമുക്ക് എത്രയോ ഗുരുനാഥന്മാരുണ്ട്. ബാല്യകാലത്തിലുള്ള സമ്പ്രദായങ്ങളൊക്കെ വേറെ ഏതെങ്കിലും ഒരു ഈശ്വരനിൽ നമുക്ക് കൊടുക്കാൻ കഴിയുമോ? ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ശ്രീരാമൻ വെണ്ണ മോഷ്ടിച്ചും കൊണ്ട് നടക്കുന്നതെന്ന് സങ്കല്പിച്ചു നോക്കൂ. കഴിയില്ല നമുക്ക്. പിന്നെ ചില കേമന്മാരായ ആൾക്കാർ, ബുദ്ധിജീവികളൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു പുതിയൊരു ആചാര്യനാണ്, പഴയ ആൾ തന്നെയാണ്, പക്ഷെ പുതിയ രീതിയിലൊക്കെ അവതരിപ്പിക്കുന്ന ഒരു ആചാര്യനാണ് ബുദ്ധൻ. ഈ ബുദ്ധൻ ഈ ഇങ്ങനെ വെണ്ണയും പാലും ഒക്കെ മോഷ്ടിച്ച് നടന്നതൊക്കെ ആലോചിച്ചാലോ, നമ്മുടെ ആചാര്യൻ തന്നെയാണ്. അതൊന്നും അദ്ദേഹത്തിന് കഴിയില്ല, അദ്ദേഹത്തിന് അതൊന്നും സാധിക്കില്ല. ഇതൊക്കെ കൃഷ്ണന് മാത്രമേ കഴിയുള്ളൂ. പ്രണയ സമ്പ്രദായം അതും ആർക്കേ ഉള്ളൂ? കൃഷ്ണന് മാത്രമേ ഉള്ളൂ. ശ്രീരാമന് പറ്റും? അത് ഇല്ല. ഒരു ഗൗരവം കൂടുതലാണ്. പ്രണയത്തിന്റെയും ഈശ്വരനാണ് ആര്? ശ്രീകൃഷ്ണൻ. എല്ലാം ഭഗവാന് സാധിക്കും. തന്നോട് വിവാഹം അഭ്യർത്ഥന നടത്തിയ രുക്മിണിയെ ഭഗവാൻ സ്വീകരിച്ചു. വേണ്ടാന്ന് വെച്ചുവോ? ഇല്ല. ഭഗവാൻ രുക്മിണിയുടെ സ്നേഹം മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഇതേപോലെ തന്റെ പെങ്ങളായ സുഭദ്രയ്ക്ക് അർജുനനോട് ഇഷ്ടമുണ്ടെന്ന് കണ്ടപ്പോഴോ ഭഗവാൻ അർജുനനോട് പറഞ്ഞു, നീ വേണേ തട്ടിക്കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അത്ര താല്പര്യമാണ് വെച്ചാൽ നീ വേണേ തട്ടിക്കൊണ്ടുപോയിക്കോ. താരിക്കാ വൈക്ക് അങ്ങനെ പറയാൻ? ശ്രീകൃഷ്ണനല്ലാതെ. പ്രണയത്തിന്റെയും ഈശ്വരനാണ് ഭഗവാൻ. അനവധി സ്ത്രീകൾ നരകാസുരന്റെ കൊട്ടാരത്തില് അവിടെ ദുഃഖിതരായിട്ടിരിക്കുന്ന സന്ദർഭത്തില് അവരെ മുഴുവൻ നരകാസുരൻ തടവിൽ വെച്ചതാണ്. നരകാസുരനെ തോൽപ്പിച്ച് നരകത്തിൽ കിടക്കുന്നവരായ ആ സ്ത്രീകളെയൊക്കെ ഭഗവാൻ മോചിപ്പിച്ചു. അനവധി സ്ത്രീകളെ ഭഗവാൻ മോചിപ്പിച്ചു. അവരൊക്കെ സനാഥകളാക്കി മാറ്റി. അങ്ങനെ നിർത്താൻ പറ്റില്ലല്ലോ. ഒരു സ്ഥലത്തങ്ങനെ നിർത്തിയ ആൾക്കാർ ചോദിക്കും, നിങ്ങൾ ആരാ ഇവരൊക്കെ നോക്കാൻ? ഒരു ചോദ്യം വരും. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാൻ അവരൊക്കെ വിവാഹം കഴിച്ചിരിക്കുന്നടോ. നീ ഇവരുടെ വർത്തമാനൊന്നും പറയണ്ട. വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെയാ ഭഗവാന്റെ ധർമ്മരക്ഷ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും തന്റേതായ രീതിയിൽ ഭഗവാൻ ധർമ്മത്തെ സംരക്ഷിച്ചു എന്നുള്ളതാണ്. മാത്രല്ല രുക്മിണിയുടെ കൂടെ ഭഗവാൻ വളരെ സന്തോഷമായിട്ട് അവളുടെ ആ പ്രണയത്തെയൊക്കെ അംഗീകരിച്ചു കൊടുത്തും കൊണ്ട് ഋജുമതേ കില വക്രകിരാ ഭവാൻ വരതനോ തതിലോലതാം 60-ാം അധ്യായത്തിലുണ്ടായ ആ ഒരു കൈഹിജിത് അധ്യായം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് മേൽപ്പത്തൂര്. എന്താ അവിടെ പറയുന്നത്? ഒരിക്കലും ഭഗവാൻ അവിടെ രുക്മിണിയുടെ ഗൃഹത്തിൽ അങ്ങനെ താമസിക്കുന്ന സമയത്ത് രുക്മിണി ഇങ്ങനെ വീശിക്കൊടുക്കുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് വീശിക്കൊടുക്കുന്നുണ്ട്. ദീപാരാധന ചെയ്യും പോലെയാണ്. വീശിക്കൊടുക്കാന്നൊന്നും പറയാൻ വയ്യ. വളരെ ഭംഗിയായിട്ട് അങ്ങനെ ശുശ്രൂഷിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഭഗവാൻ രുക്മിണിയോട് പറഞ്ഞു, രുക്മിണി, നിനക്ക് എന്നോട് പഴയ പോലുള്ള സ്നേഹമൊന്നുമില്ല. പണ്ട് നിനക്ക് നല്ല സ്നേഹം ഉണ്ടായിരുന്നു. അതുണ്ടാവാൻ സാധ്യതയില്ല. കാരണം നീ എന്റെ യോഗ്യതകളൊന്നും മനസ്സിലാക്കാതെ, അല്ലെ എന്റെ ദോഷങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് നീ എന്നെ ഇഷ്ടപ്പെട്ടത്. എനിക്ക് പ്രത്യേകിച്ചൊരു യോഗ്യതയില്ല. നമ്മൾ തമ്മിൽ യാതൊരു യോജിപ്പും ഇല്ല. കാരണം ഞാൻ രാജാക്കന്മാരൊക്കെ ഭയപ്പെട്ട് സമുദ്രത്തിൽ വന്ന് താമസിക്കുകയാണ്, സമുദ്രതീരത്ത് വന്ന് താമസിക്കുകയാണ്. അങ്ങനെയുള്ള എന്നെ നീ എന്ത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത്? നീ വിചാരിച്ച രാജാക്കന്മാരൊക്കെ ആരാണ്? അല്ലെങ്കിൽ നിന്നെ വിചാരിച്ച രാജാക്കന്മാരൊക്കെ എത്രയോ യോഗ്യന്മാരല്ലേ? ചേതിരേ ദേശത്തെ രാജാവാണ് ശിശുപാലൻ. സാല്യൻ വളരെ പ്രഗത്ഭനാണ്. ജരാസന്ധൻ മഗധാധിപനാണ്. എല്ലാ നിലയ്ക്കും യോഗ്യന്മാരാണ് അവരൊക്കെ. പക്ഷെ നീ എന്ത് കണ്ടിട്ടാ എന്നെ സ്വീകരിച്ചത്? എനിക്ക് പ്രത്യേകിച്ചൊരു ഗുണവുമില്ല. നീ എന്റെ കൂടെ വരുന്നവരൊക്കെ എങ്ങനെയുള്ളവരാണ്? നിഷ്കിഞ്ചനന്മാരാണ്, കയ്യിലൊന്നുമില്ലാത്തവരാണ്. ഭിക്ഷുഭിശ്രാഖിതാമുദ, കുറെ കാഷായ വസ്ത്രധാരികളാണ്. എന്റെ യോഗ്യതകളൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്. നല്ല വിവരമുള്ള ഒരാള് പോലും എന്നെ കുറിച്ച് പറയാറില്ല. മഹത്വങ്ങളോ എന്റെ മഹത്വം ഒന്നും പറയാറില്ല. അതുകൊണ്ട് വേണമെങ്കിൽ നീ നടന്നോ. ശിശുപാലൻ ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല. അദ്ദേഹം നിന്നെ വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോഴും. വേണേ ശിശുപാലനെയോ ഈ ദന്തവക്ത്രനെയോ ആരെ വേണമെങ്കിലും സ്വീകരിക്കുക. അതാണ് ഇവിടെ പറഞ്ഞത്. വക്രകിരാഭവാൻ, വക്രമായി കുറച്ച് വളഞ്ഞ രീതിയിലാണ് ഭഗവാൻ പറഞ്ഞത്. തമാശയിൽ പറഞ്ഞതാണ്. പക്ഷെ ഇതൊന്നും രുക്മിണിക്ക് മനസ്സിലായില്ല. രുക്മിണി ഭഗവാൻ കാര്യം പറഞ്ഞതാണ്, തമാശയാണെന്നൊന്നും വിചാരിക്കാതെ കാര്യം തന്നെയാ ഭഗവാൻ പറഞ്ഞത് എന്ന് വിചാരിച്ച് അവിടെ ബോധം കെട്ട് വീഴുകയാണ്. ഭഗവാൻ വേഗം പിടിച്ച് എഴുന്നേൽപ്പിച്ചു. താം ഉത്ഥാപ്യ ചതുർഭുജ, 4 കൈകളെ കൊണ്ട് പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്നൊക്കെയാണ് ഭാഗവതത്തിൽ പറയുന്നത്. ചില സമയത്ത് ഭഗവാന് 4 കൈ ഉണ്ടാവും. സ്വയം 2 കൈയേ ഉള്ളൂ. ചില സന്ദിഗ്ധ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അപ്പം ഭഗവാൻ 4 കൈ ഉണ്ടാവും. ഭഗവാൻ രുക്മിണിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കട്ടിലിന്റെ മുകളിൽ കിടത്തി ഭഗവാന്റെ വക ഒരു പ്രഥമ ശുശ്രൂഷകളൊക്കെ നടത്തി. രുക്മിണിയുടെ ബോധം വന്നു. ബോധം വന്നപ്പോ ഭഗവാൻ പറഞ്ഞു, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്?
ഇപ്പൊ രുക്മിണി പറയാണ്, അങ്ങ് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, കുറെയൊക്കെ ശരിയുണ്ട്. അങ്ങും ഞാനും തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു യോജിപ്പുമില്ല. അവിടുന്ന് എവിടെ കിടക്കുന്നു, ഈ ഞാൻ എവിടെ കിടക്കുന്നു? അങ്ങ് സാക്ഷാൽ പരമാത്മാ പരമേശ്വരൻ, ഞാനോ അജ്ഞഗൃഹീത പാദാഹ. അജ്ഞന്മാര്, അജ്ഞൻച്ചാൽ വിവരമില്ലാത്തവരെ ആശ്രയിക്കുന്ന പ്രകൃതിയാണ് ഞാൻ. അങ്ങ് പരമാത്മാവാണ്. പരമാത്മാവും പ്രകൃതി മായ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ശങ്കരാചാര്യസ്വാമികൾ പറയും, ഇരുട്ടും വെളിച്ചവും പോലെ എന്ന് പറയും. വെളിച്ചമുള്ള ദിക്കിന് എന്തില്ല? ഇരുട്ടില്ല. ഇരുട്ടുള്ള ദിക്കിലോ വെളിച്ചം ഉണ്ടാവില്ല. വെളിച്ചവും ഇരുട്ടും പോലെ പരസ്പര വിരുദ്ധമാണ്. ജ്ഞാനമുള്ളവരിൽ, ജ്ഞാനം വെച്ചാൽ ഈ സർവവും പരമാത്മാ തന്നെയാണ്, കൃഷ്ണൻ തന്നെയാണ്. സർവം വിഷ്ണുമയം, എല്ലാം വിഷ്ണു തന്നെ, വിഷ്ണു അല്ലാതെ യാതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല എന്ന ആ തത്വം, അതാണ് ജ്ഞാനം. ഈ ജ്ഞാനത്തിലേക്ക് ഉയർന്നവരെ സംബന്ധിച്ച് എന്തില്ല? കുഞ്ഞുകുട്ടി പരാധീനതകളില്ല, ദുഃഖമില്ല, സുഖമില്ല. എപ്പോഴും അവരെങ്ങനെയാണ്? ആ പരമേശ്വര സ്വരൂപത്തിൽ ഇരിക്കുകയാണ്. അവർക്ക് യാതൊരു തരത്തിലുള്ള മായയും ഇല്ല. മായയില്ല, സൃഷ്ടിയില്ല, പ്രളയമില്ല, സംഹാരമില്ല, അല്ലെങ്കിൽ സ്ഥിതിയില്ല, ഒന്നുമില്ല. എന്തേ ഉള്ളൂ? ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാനിൽ തന്നെ അവരിയ്ക്കുന്നു. എപ്പോഴാ ഈ സൃഷ്ടിയും പ്രളയവും ഒക്കെ ആരംഭിക്കുന്നത്? മായയുടെ ആരംഭം. നമ്മളിൽ മായ ഉണ്ടാവുമ്പോഴാണ്, മായയുടെ ഭാഗമായ അവിദ്യ നമ്മളിൽ ഉണ്ടാവുമ്പോഴാണ് ഈ വൈവിധ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നത്. അവിടെ എന്തുണ്ട്? വൈവിധ്യങ്ങൾ ഉണ്ടാവുമ്പം അവിടെ രണ്ടുണ്ട്. മായ ഉണ്ടാവുമ്പം, അല്ലെങ്കിൽ അവിദ്യ ഉണ്ടാവുമ്പം ഈശ്വരൻ വേറെ, ഞാൻ വേറെ. നമ്മൾ ആരായി? പരാധീനതകളോടുകൂടിയ ജീവനായി മാറി. ജീവാത്മാ എന്ന് പറഞ്ഞതാണ്. ഈ ജീവാത്മഭാവം എപ്പോഴാ കൊഴിഞ്ഞു പോകുന്നത്? സത്യത്തെ സാക്ഷാത്കരിക്കുമ്പോഴോ ജീവാത്മഭാവം തന്നെ ഇല്ല എന്ന് മനസ്സിലാവും. എന്തേ ഉള്ളൂ? ഈശ്വരൻ, ഭഗവാൻ, പരമേശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടും. ഇതാണ് രുക്മിണി പറഞ്ഞത്. പിന്നെ അങ്ങ് പറഞ്ഞല്ലോ, അങ്ങ് എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. അത് ശരിയാണ്. ആരോടാ യുദ്ധം ചെയ്യുന്നത്? നിത്യം കതീന്ദ്രിയ ഗണൈ കൃതവിഗ്രഹസ്ത്വം. അങ്ങ് ദുഷ്ടന്മാരായ ഇന്ദ്രിയങ്ങളോടാണ് യുദ്ധം ചെയ്യുന്നത്. കതീന്ദ്രിയ ഗണൈ, നമ്മുടെ കണ്ണ്, നമ്മുടെ ചെവി, ഇതൊക്കെ വേറെ ഓരോരോ ദിക്കിലേക്കായിട്ട് ഇങ്ങനെ പോകും. നമ്മുടെ മനസ്സ്, ഇവയോടൊക്കെ യുദ്ധം ചെയ്ത് ഇവയെ നിയന്ത്രിച്ചും കൊണ്ടിരിക്കുകയാണ് അവിടുന്ന്. അങ്ങയെ സേവിക്കുന്നവർക്ക് ഒന്നുമില്ല എന്ന് പറയരുത് കൃഷ്ണ. തുൽസേവ കൈർനൃപദം വിധുതം തമോന്ധം. അങ്ങയെ സേവിക്കുന്നവർക്ക് രാജപദവി പോലും വേണ്ടാന്നാ അവർ വിചാരിക്കുന്നത്. ശ്ലോകത്തിൽ പറയുന്നില്ലേ, അവർക്കന്നു രത്നം ചരക്കല്ലു പോലെ, സുവർണം തകർന്നോരു മാടോട് പോലെ, പുരം പുല്ലുപോലെ, ധരാ കാടുപോലെ, കുരങ്കാക്ഷിമാരും മരപ്പാവ പോലെ. അവർക്കങ്ങു രത്നം ചരക്കല്ലു പോലെ. രത്നം എന്ന് പറഞ്ഞാൽ വെറും ചരക്കല്ല് പോലെയുള്ളൂ. ഒന്നുമില്ലാത്തവരല്ല, ഒക്കെ ഉണ്ടായിട്ട് വേണ്ടാന്ന് നിശ്ചയിച്ചവരാണ്. സുവർണം തകർന്നോരു മാടോട് പോലെ. അർത്ഥം പറയണ്ടല്ലോ. പുരം പുല്ലുപോലെ, വീട് കൊട്ടാരം എന്നൊക്കെ പറഞ്ഞാൽ പുല്ലുപോലെ. എത്ര ആളുകളാണ്. അവസാനം ഈ വലിയ വലിയ ഭരണാധികാരികളൊക്കെ എല്ലാം ഒഴിവാക്കി കാട്ടിലേക്ക് പോവുകയുണ്ടായത്. നമ്മുടെ ചരിത്രത്തിലുള്ള ചന്ദ്രഗുപ്ത മൗര്യനെ തന്നെ എടുത്തു നോക്കൂ. അദ്ദേഹം ഈ ഭാരതഭൂമി മുഴുവൻ അടക്കി ഭരിച്ചു. അവസാനം എന്ത് ചെയ്തു? എല്ലാം ഒഴിവാക്കി അദ്ദേഹം കാട്ടിലേക്ക് ഇറങ്ങി പോവുകയാണ്. ഇങ്ങനെ എത്ര ആളുകള്. ഇതൊക്കെ ആരുടെ കഥ കേട്ടിട്ടാണ്? അവിടുത്തേടെ കഥ കേട്ടിട്ടാണ്. കൃഷ്ണ, അങ്ങയുടെ കഥ കേട്ടിട്ടാണ് എല്ലാം ഒഴിവാക്കി പോയത്. ഭഗവാന്റെ കഥകളാണ്. ഇതിനെ ഗോപസ്ത്രീകളും പറയുന്നുണ്ട്. കൃഷ്ണകഥകളുടെ ഒരു പ്രത്യേകത എന്താണെണെങ്കിൽ, യദനുചരിതലീലാകർണ പീയൂഷ വിപ്രോത്സകൃതന വിധൂത ദ്വന്ദ്വധർമാ വിനഷ്ടാ സപതി ഗൃഹ കുടുംബം ദീനമുത്സൃജ്യ ദീനാ ബഹവ ഇഹ വിഹംഗ ഭിക്ഷുചര്യാം ചരന്തി. എത്ര ആളുകളാ ഭിക്ഷുചര്യാം ചരന്തി, ഭിക്ഷുചര്യയിലേക്ക് എത്തിയത്. അതാണ് കൃഷ്ണന്റെ മഹത്വം. അങ്ങനെയുള്ള ഭഗവാനെ, അവിടുത്തേടെ ആ മഹിമ എത്രയാ പറയേണ്ടത്? പറഞ്ഞാൽ അവസാനിക്കില്ല. അങ്ങ് സമുദ്രത്തിൽ വന്ന് താമസിച്ചത് രാജാക്കന്മാരെ പേടിച്ചിട്ടാണെന്നൊന്നും പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് രുക്മിണി മറുപടി പറയുകയാണ്. അതാണ് വളരെ രസകരമായ ആ ഭാഗം, കരിഹിച്ചിത അധ്യായം എന്ന് പറഞ്ഞ ഭാഗം. ആ ഭാഗവും കൂടി മേൽപ്പത്തൂർ ഇവിടെ സൂചിപ്പിച്ചു. അപ്പൊ ചുരുക്കത്തില് ഭഗവാൻ എന്താ അവിടെ കാണിച്ചു തരുന്നത്? ഇപ്പൊ നമ്മുടെ 16 സംസ്കാരങ്ങളുണ്ട്. ഈ 16 സംസ്കാരങ്ങളില് നമുക്കൊരു പക്വതയും പാകതയൊക്കെ വന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിന് നടക്കുന്ന ഒരു സമ്പ്രദായം, ഒരു സംസ്കാരം ഏതാണ്? വിവാഹം മാത്രമേ ഉള്ളൂ. മറ്റുള്ളതൊന്നും നമ്മുടെ അറിവ് ഉള്ള സമയത്തൊന്നും ആവില്ല. അല്ലെ? ആലോചിച്ച് നോക്കിയാൽ അറിയാലോ. ഇപ്പം നാമകരണം, നമ്മളോട് ആരെയും ചോദിച്ചിട്ട് നമുക്ക് പേരിട്ടത് അല്ല. ഒരു സംസ്കാരമാണ് നാമകരണം എന്നുള്ളത്. 16 സംസ്കാരങ്ങളിൽ പെട്ടതാണ്. ചോറൂണ്, അന്നപ്രാശനം, അതൊന്നും നമ്മളോട് ആരും ചോദിക്കുന്നില്ല.
ചോറ് തരണോ ചോദിച്ചിട്ടൊന്നല്ല. ഒരു ദിവസം നിശ്ചയിക്കുന്നു, അമ്മയും അച്ഛനും ചോറ് തരുന്നു, ചോറൂണ്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ഉപനയനം അതും നമ്മൾ അറിയുന്നൊന്നുമില്ല. അറിയെങ്കിൽ പോലും അന്നത്തെ ആ സമയത്ത്, ആ 8 വയസ്സ് 7 വയസ്സുള്ള സമയത്തൊന്നും നമുക്ക് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല അവിടെ ഒന്നും. നേരെ മറിച്ച് മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അധികാരമുള്ള ഒരു സംസ്കാരം ഏതാണ്? അത് വിവാഹ സംസ്കാരമാണ്. വിവാഹ സംസ്കാരം ചെയ്യുക അത് പ്രധാനാണ്. അങ്ങനെയാണല്ലോ ഉപനിഷത്തിലൊക്കെ തന്നെ പറയും. എന്താണ്? പിതൃതന്തൂൻ പ്രജാതന്തൂൻ മാം വ്യവച്ഛേൽസി എന്ന് പറയും. അച്ഛൻ, മകൻ, അതിന്റെ മകൻ, അതിന്റെ ആ മകൻ എന്നുള്ള ആ ഒരു പിതൃ പരമ്പര ഉണ്ടല്ലോ. നമുക്കൊരു പരമ്പര ഉണ്ട്. അതാണ് ഗോത്രം എന്നൊക്കെ പറയുന്നത്. കശ്യപ ഗോത്രത്തിൽപ്പെട്ടവരാണെങ്കിൽ അവരൊക്കെ അങ്ങനെയാണ്, കശ്യപ ഗോത്രത്തിൽപ്പെട്ടവരാ. കശ്യപനിൽ നിന്ന് തുടങ്ങിയ ഗോത്രാണ്. ഇപ്പൊ എന്റെ അച്ഛൻ കശ്യപ ഗോത്രാണെങ്കിൽ ഞാൻ കശ്യപ ഗോത്രമായി. ഇപ്പൊ എനിക്കൊരു മകൻ ഉണ്ടായാലോ ആ മകനും കശ്യപ ഗോത്രത്തിലേക്ക് എത്തി. അങ്ങനെ ആ പരമ്പര, ഋഷി പരമ്പര, എല്ലാവർക്കും ഗോത്രമുണ്ട്. ഇനി ഗോത്രം അറിയില്ലെങ്കിൽ അവരൊക്കെ ആരാണ്? കശ്യപ ഗോത്രത്തിൽപ്പെട്ടവരാണ്. ഗോത്രം അറിയാത്തവർക്കൊക്കെ ഉള്ള ഗോത്രം ഏതാണ്? കശ്യപ ഗോത്രമാണ്. എല്ലാ മനുഷ്യരും കശ്യപ ഗോത്രത്തിൽപ്പെട്ടവരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ പരമ്പര നിലനിർത്തുക, മക്കൾ ഉണ്ടാവുക, അവരെ നല്ലതുപോലെ വളർത്തിക്കൊണ്ടുവരിക. അതൊക്കെ നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ സനാതന ധർമ്മം എന്നൊക്കെ പറഞ്ഞാൽ എന്തോ അപകടകരമായ ഒരു സംഭവമാണ് ധരിച്ചു വെച്ചിട്ടുണ്ട് പലരും. അതാണ് ഇന്നത്തെ അവസ്ഥ. സനാതന ധർമ്മം എന്ന് പറയാൻ വയ്യാത്തൊരവസ്ഥയായിട്ടുണ്ട്. അല്ല, അങ്ങനെയൊന്നുമില്ല. മറുപടി നല്ലപോലെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം മിണ്ടാണ്ടിയായിണ്ട് അവസാനം. അപ്പൊ ഈ ചർച്ച വേണ്ടാന്നായി, സനാതന ധർമ്മത്തെ കുറിച്ച് മിണ്ടണ്ടെന്നായി. കാരണം മറുപടി കൊടുക്കാൻ വയ്ക്കുന്ന ആളുകൾ എല്ലാ ഭാഗങ്ങളിലും ഉള്ളത് കൊണ്ട് ഇതിന്റെയൊക്കെ വസ്തുത ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ടുമ്പോഴാണ് മറുപടി കൊടുക്കുക. എന്താ ഈ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ? വെറും ചാതുർവർണ്ണ്യം മാത്രമാണ് സനാതന ധർമ്മം. ആകെ അവർക്ക് പറയാനുള്ളത് സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ മനുസ്മൃതിയും ചാതുർവർണ്ണ്യവും മാത്രമാണ്, വേറെ ഒന്നുമില്ലേ. നമ്മളെല്ലാവരും വായിക്കുന്ന പുസ്തകമായി മനുസ്മൃതി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം എന്ന് ആരാ പറഞ്ഞത്? നമുക്ക് ഏറ്റവും അടിസ്ഥാനം, സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനം മനുസ്മൃതിയാണെന്ന് എവിടെയും പറഞ്ഞിട്ടുണ്ടോ? എവിടെയും പറഞ്ഞിട്ടില്ല. എത്രയോ സ്മൃതികളുണ്ട്. മനുസ്മൃതി മാത്രമൊന്നുമല്ല, ധാരാളം സ്മൃതികളുണ്ട്, ധാരാളം ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. 4 വേദങ്ങള്, വേദാംഗങ്ങളായി 6 വേദാംഗങ്ങള്, ഉപാംഗങ്ങളായി ശിക്ഷ, കൽപ്പം, വ്യാകരണം, അല്ല സാഖ്യം, ന്യായം, യോഗം, വൈശേഷികം തുടങ്ങിയ ഉപാംഗങ്ങളുണ്ട്. 6 ഉപാംഗങ്ങള്. ഉപവേദങ്ങള് 4 ഉപവേദങ്ങളുണ്ട്. എത്ര ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. മനുസ്മൃതിയാണ് ഇതിന് മുഴുവൻ അടിസ്ഥാനം എന്ന് എവിടെയാ പറഞ്ഞത്? ചാതുർവർണ്ണ്യവും മനുസ്മൃതിയാണ് എന്ന് ആരാ പറഞ്ഞത്? ഭാഗവത്തിൽ തന്നെ കാണാം. നൃണാം ധർമ്മം സനാതനം, സനാതനമായ ധർമ്മത്തെ വർണ്ണിച്ചു തരൂ എന്ന് പറയുന്ന സമയത്ത് ആദ്യം തന്നെ പറഞ്ഞത് എന്താണ്? സത്യം, ദയ, തപോ, ദാനം. സത്യം, ദയ, തപസ്, ത്യാഗ, സന്തോഷ, ആർജവം. ത്യാഗം, സന്തോഷം, ആർജവം, ഉള്ളതുപോലെ പറയാനുള്ള കഴിവ്. ഇങ്ങനെയുള്ള മൂല്യങ്ങൾക്കാണ് എന്ത് പറയുന്നത്? സനാതന ധർമ്മം എന്ന് പറയുക. ഈ മൂല്യങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവണം, നശിക്കരുത്. അതുകൊണ്ടാണ് സനാതനം എന്ന് പറയാൻ കാരണം. 2023 ഡിസംബർ 31 വരെ സത്യം പറഞ്ഞാൽ മതി. 2024 ജനുവരി 1 മുതൽക്ക് ആരും സത്യം പറയണ്ട, ആർക്കും ദയ വേണ്ട. അങ്ങനെ ഉണ്ടോ? ഇല്ല. എല്ലാ കാലത്തേക്കും വേണ്ടതായതുകൊണ്ടാണ് സനാതനം എന്ന് പറയാൻ കാരണം. അല്ലെ, സനാതനമായാലേ, ധർമ്മം സനാതനമായാലേ സമാജം നിലനിൽക്കുള്ളൂ. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ. ഇതൊക്കെ എന്താണ്? സനാതന ധർമ്മമാണ്. അച്ഛനെ ഈശ്വരതുല്യരായിട്ട് തന്നെ കാണുക, അമ്മയെ ഈശ്വരതുല്യ ഭാവത്തിൽ, ഈശ്വരഭാവത്തിൽ തന്നെ കാണുക, ഗുരുനാഥനെ ഈശ്വരഭാവത്തിൽ തന്നെ കാണുക. ഇതൊക്കെയാണ് സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വിവാഹം കഴിക്കുക. വിവാഹം തന്നെ വേദങ്ങളിൽ തന്നെ വിവാഹ സൂക്തങ്ങളൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. വിവാഹം കഴിച്ച് മക്കളൊക്കെയായി അവരെ ധാർമ്മികരായി വളർത്തുക. ഭഗവാൻ ഒളിച്ചോടിപ്പോവല്ല ഉണ്ടായത്. ഭഗവാൻ മറ്റ് പലരും ചെയ്തതുപോലെ ഒളിച്ചോട്ടല്ല നടത്തിയത്. ജീവിതത്തിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം അങ്ങനെയല്ല. ജീവിതത്തെ നല്ലതുപോലെ വേണ്ടതുപോലെ ജീവിച്ച് ലോകത്തിന് ഹിതകരങ്ങളായ കർമ്മങ്ങളൊക്കെ ചെയ്ത്, ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിന്റെ ഭാഗത്തുണ്ടാവുന്ന സുഖദുഃഖങ്ങളെ ഒന്നും തന്റെ മനസ്സിൽ കൊണ്ടു നടക്കാതെ, ഈ ഉണ്ടായ മക്കളൊക്കെ അവസാനം തമ്മിലടിച്ച് മരിച്ചപ്പോഴോ ഭഗവാൻ എന്തേ സങ്കടം ഉണ്ടായോ? ഇല്ല. അപ്പോഴും ഭഗവാൻ എങ്ങനെയായിരുന്നു? ശാന്തമായ ഭാവത്തിലായിരുന്നു. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രഭാസത്തിൽ പോണം, പോയിട്ട് ദാനങ്ങളൊക്കെ ചെയ്യണം, പോകുമ്പോൾ കുപ്പിയൊന്നും കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുപ്പിയൊന്നല്ല കൊണ്ടുപോയത്. എന്താ കൊണ്ടുപോയത്? ടാങ്കിലാക്കിയിട്ടാ കൊണ്ടുപോയത്. ഭഗവാൻ അത് കാണുകയും ചെയ്തു. ഭഗവാൻ എന്തെങ്കിലും സങ്കടം ഉണ്ടായോ? അയ്യോ, എന്റെ യാദവന്മാരൊക്കെ അങ്ങനെ ആയിപ്പോയല്ലോ ഭഗവാനെ, അയ്യോ എന്താ ചെയ്യുക? അങ്ങനെ ഒരു വിഷമമേ കൃഷ്ണൻ ഉണ്ടായിരുന്നില്ല. ഭഗവാൻ എപ്പോഴും ചിരിച്ചു, ഏത് സമയത്തും ചിരിച്ചു എന്നുള്ളതാണ്. കരയാത്ത ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ ആര് മാത്രമേ ഉള്ളൂ? ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ.
അതുകൊണ്ടാണ് നമ്മൾ കൃഷ്ണനെ ആരാധിക്കാനുള്ള കാരണം. അപ്പൊ വെറും വർണ്ണം ചാതുർവർണ്ണ്യം മാത്രമല്ല സനാതനധർമ്മം. ഇതൊക്കെ സനാതനധർമ്മത്തിന്റെ ഭാഗമാണ്. യോഗം, സാഖ്യം, ഭക്തിയോഗം, കർമ്മയോഗം, ഇതെല്ലാം സനാതനധർമ്മത്തിന്റെ ഭാഗമാണ്. മൂല്യങ്ങള് ഒരിക്കലും അവസാനിക്കാത്ത, ലോകമുള്ളിടത്തോളം കാലം വേണ്ട മൂല്യങ്ങള്, സത്യം എല്ലാ കാലത്തും വേണം, ഏത് രാജ്യത്തിലുള്ളവരിലും വേണം, ദയ എല്ലാ കാലത്തേക്കും വേണ്ടതാണ്. ഇതൊക്കെയാണ് ഉപനിഷത്തിലും വേദങ്ങളിലൊക്കെ പറഞ്ഞത്. ഋതം, സത്യം, സത്യം വദിഷ്യാമി, ഋതം വദിഷ്യാമി, ഇത്ര സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. സത്യമേവ ജഗതേ, അതല്ലേ നമ്മുടെ റിപ്പബ്ലിക് ഓഫ് ഭാരതത്തിന്റെ ആപ്തവാക്യം തന്നെ എന്താണ്? സത്യമേവ ജയതേ എന്നുള്ളതാണ് അല്ലേ? ആണ്. ഇത് എവിടെ നിന്നെടുത്തതാണ്? ഉപനിഷത്ത് നിന്ന് എടുത്തതാണ്, മുണ്ടകോപനിഷത്ത് നിന്ന് എടുത്തതാണ്. സത്യമേവ ജയതേ, ഇതൊക്കെയാണ് സനാതനധർമ്മം. അപ്പൊ അതിന്റെ എല്ലാ വശങ്ങളെയും പ്രതിനിധീകരിക്കുന്ന കൃഷ്ണൻ, ശ്രീരാമൻ ധർമ്മത്തിന്റെ മാത്രം മൂർത്തിയാണെങ്കിൽ ശ്രീകൃഷ്ണനോ ധർമ്മത്തിന്റെ മാത്രം മൂർത്തിയല്ല, ധർമാർത്ഥ കാമ മോക്ഷങ്ങളുടെ മുഴുവൻ മൂർത്തിയാണ് ഭഗവാൻ. സാഖ്യത്തിന്റെ ആചാര്യനാണ്, യോഗത്തിന്റെ ആചാര്യനാണ്, സകല സമ്പ്രദായങ്ങളുടെയും ആചാര്യനാണ് ഭഗവാൻ. അങ്ങനെയുള്ളൊരു സമ്പ്രദായം, ഒരു പുതിയൊരു നവീകരണം തന്നെ ഭഗവാൻ നടത്തി. അതാണ് മഹാകവി ഉള്ളൂര് വളരെ ഭംഗിയായി പറയും, ചിത്രശാലയിൽ പറയുന്നുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച്. എന്താ അവിടെ പറഞ്ഞത്? ഭഗവാൻ തന്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഉപദേശിച്ച വിഷയങ്ങൾ തന്നെയാണെന്നാണ്. ഭഗവത്ഗീതയിലൂടെ ഉപദേശിച്ച കാര്യങ്ങളാണ് ഭഗവാൻ തന്റെ ജീവിതത്തിൽ നടപ്പിലാക്കിയത്. പുതിയതായിട്ട് സാധാരണ നമുക്ക് പ്രവർത്തിക്കുമ്പോൾ അത്രത്തോളം പ്രവർത്തിക്കാൻ കഴിയില്ല. ഏത് ആചാര്യനായാലും ആ പറയുന്ന അത്ര മുഴുവൻ പൂർണ്ണതയിൽ പ്രവർത്തിച്ച് കാണിക്കാൻ കഴിയുമോ? കഴിഞ്ഞോളന്നില്ല. നേരെ മറിച്ച് ശ്രീകൃഷ്ണൻ അങ്ങനെയല്ല. ശ്രീകൃഷ്ണൻ ചെയ്ത കാര്യങ്ങൾ, ഭഗവാൻ ചെയ്ത കാര്യങ്ങളാണ് ഉപദേശിച്ചതൊക്കെ. അതാണ് ഭഗവാന്റെ മഹത്വം. നാഥനെന്നു നൽകിയേതാം നാൽമറപ്പാൽ നവനീതം, നാദബ്രഹ്മ ചൈതന്യത്തിൻ നവാവതാരം എന്ന് പറയും. വേദമാകുന്ന ആ പാലിൽ നിന്ന് കടഞ്ഞെടുത്ത എന്താണ് ഏറ്റവും മനോഹരമായ ആ വേദത്തിന്റെ സാരമാണ്. വേദമാകുന്ന പാലിൽ നിന്ന് കടഞ്ഞെടുത്ത വെണ്ണയാണ് എന്ത്? ഭഗവത്ഗീത എന്നാ പറഞ്ഞത്. ഭഗവത്ഗീതയിലല്ലേ സമത്വത്തിന്റെ ആ സന്ദേശമൊക്കെ ഉള്ളത് അല്ലെ? എല്ലാവരിലും ആരാളുള്ളത്? ഒരേ ഈശ്വരൻ തന്നെ. എല്ലാറ്റിലും ആ ഭഗവാനുണ്ട്. അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം. അവിഭക്തം ച ഭൂതേഷു, എല്ലാ ചരാചരങ്ങളിലും, മനുഷ്യരിലും മാത്രല്ല ജീവികളിലും എല്ലാറ്റിലും ഉള്ളത് ആരാണ്? ഒരേ കൃഷ്ണൻ തന്നെ അല്ലെ, ഒരേ ഈശ്വരൻ തന്നെ. അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം. ആ ഈശ്വരൻ സർവരിലും ഉണ്ട്. ഇതാണ് സമത്വത്തിന്റെ ആശയം. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിജൈവ സ്വപാകേച പണ്ഡിത സമദർശിന. യഥാർത്ഥത്തിൽ പണ്ഡിതൻ എങ്ങനെയുള്ളവനാണ്? സമദർശിയാണ് എന്ന് പറയാണ്. സമദർശി ചാന്തർത്ഥം ബ്രാഹ്മണനിലും അതുപോലെ നായാടിയിലും, ഈ നായയെ പാചകം ചെയ്ത് ഭക്ഷിക്കുന്ന അങ്ങനെയുള്ളവരൊക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു. അവരിലും ആനയിലും ഇനി ഒരു നായയിലും ഒക്കെ ഉള്ളത് ആരാണ്? ഒരേ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി, ഈശ്വരനിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല. ആ സമഭാവന, സർവസമഭാവന, ഉപനിഷത്തിന്റെ ആ താല്പര്യം, അതാണ് ഭഗവാൻ ഗീതയിലൂടെ പറഞ്ഞത്. എത്ര ശ്ലോകങ്ങളിൽ കാണാൻ കഴിയും. ഈ ഒരു കൃഷ്ണന്റെ സന്ദേശല്ലേ പിന്നീട് കബീർദാസ്, അതുപോലെ രാമാനന്ദ്, എത്ര ആളുകള്, വല്ലഭാചാര്യര്, അതുപോലെ രാമാനുജാചാര്യര്, സകല ആചാര്യന്മാരും സമത്വം ഈ ഭാരതഭൂമിയിൽ നടപ്പിലാക്കിയ സകല ആചാര്യന്മാരും, സന്ത് ജ്ഞാനേശ്വർ, തുക്കാറാം, അതുപോലെ തമിഴ്നാട്ടിലുള്ള ആഴ്വാർമാർ, അതുപോലെ ശൈവ നായനാർമാർ, ഇവരൊക്കെ അടിസ്ഥാനം എന്താണ്? ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഉപനിഷത്ത് ഇവരൊക്കെ പറഞ്ഞ ആ സമത്വത്തിന്റെ ആശയമാണ് ഈ ചിന്താഗതികളുടെ മുഴുവൻ അടിസ്ഥാനം അല്ലേ? ഇപ്പം നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞ ഉപദേശങ്ങളൊക്കെ എവിടുന്ന് കിട്ടിയതാണ്? ശ്രീകൃഷ്ണന്റെ ഗീതയിലൊക്കെ ഉള്ള ആശയം തന്നെ. ചട്ടമ്പി സ്വാമികള്, നാരായണ ഗുരുസ്വാമികള്, ഇവരൊക്കെ യോഗ്യന്മാരാണെന്ന് എല്ലാവർക്കും അഭിപ്രായം ഉണ്ടല്ലോ. ആണ്. അപ്പൊ ഇവരൊക്കെ പറഞ്ഞത് എന്താണ്? ശ്രീകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. നാരായണ ഗുരു പറയുന്നില്ല അനുകമ്പാദശകത്തില്, പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ, പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ. ആരെ കുറിച്ചാ പറഞ്ഞത്? ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച്. അപ്പൊ അങ്ങനെയുള്ള ഇത്രയും മഹത്തായ പാരമ്പര്യത്തിന്റെ പിന്മുറക്കാരായ നമ്മളെയാണ് സനാതനധർമ്മം എന്താണ് ഒഴിവാക്കേണ്ടതാണ്, വലിച്ചെറിയേണ്ടതാണ്. ഡെങ്കി, മലേറിയ ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വിട്ടുകൊടുക്കാൻ കഴിയില്ല. അതും കൂടി സാന്ദർഭികമായി പറയാണ്. ആ ധർമ്മത്തെ, സനാതന ധർമ്മത്തെ രക്ഷിച്ച ഏറ്റവും വലിയ
ഒരു മഹാത്മാവായ ഈശ്വരാവതാരെന്നോ മഹാപുരുഷെന്നോ എങ്ങനെ വേണമെങ്കിലും കാണാം. ഗുരുനാഥെന്നോ ലോക ഗുരുനാഥെന്നോ ഏത് തരത്തിൽ വേണമെങ്കിലും കാണാം. ഒരു പേർഷ്യൻ സാഹിത്യകാരൻ പറഞ്ഞത് ഭാരതത്തിൽ ഒരു കറുപ്പ് നിറത്തിൽ ഒരു ആചാര്യൻ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. ആരാ കറുപ്പ് നിറത്തിലുണ്ടായ ആചാര്യൻ? ശ്രീകൃഷ്ണൻ തന്നെ. കാനഫിർ ഹിന്ദി അസ്മദുള്ളൈനി ഇസ്മുഹു കഹിന. ഹിന്ദിൽ കറുപ്പ് നിറത്തിലൊരു ആചാര്യൻ ഉണ്ടായിരുന്നു. ആരെ കുറിച്ചാ പറഞ്ഞത്? ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച്. ഇങ്ങനെ എത്ര കാലം മുതൽക്കേ ആ കൃഷ്ണന്റെ സന്ദേശമുണ്ട്. പ്രാചീന പേർഷ്യൻ കൃതികളിൽ പോലും സംസ്കൃതത്തിന്റെ വേദങ്ങളുടെ ആ സമ്പ്രദായത്തിലുള്ള കൃതികളാണ് പ്രാചീന പേർഷ്യൻ കൃതികൾ. അതിൽ പോലും അവയസ്ഥ എന്നൊക്കെ പറയും. അതിലൊക്കെ കാണാം വ്യാസൻ വന്നു, വ്യാസൻ ഞങ്ങൾക്ക് വലിയ വലിയ ഉപദേശങ്ങളൊക്കെ നൽകി എന്നൊക്കെ കാണാം. അത്ര വലിയ പ്രാചീന കാലഘട്ടം മുതൽക്ക് തന്നെ ശ്രീകൃഷ്ണനും മഹാഭാരതവും ഭാഗവതവും സാഖ്യവും യോഗവും ഒക്കെ ചേർന്ന ഈ സനാതനധർമ്മം സമത്വസുന്ദരമായ ഒരു ഭൂമിയെ ലോകത്തിലുള്ള എല്ലാവരും സമന്മാരാണ്, എല്ലാവരിലുള്ളത് ഒരേ ഈശ്വരൻ തന്നെയാണ് എന്ന ആ സന്ദേശം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് മനുസ്മൃതി ചാതുർവർണ്ണ്യം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ചാതുർവർണ്ണ്യം ഇന്നും പഴയ കാലത്ത് പിന്നീട് ഉണ്ടായതുപോലുള്ള ജാതി വ്യവസ്ഥയൊന്നുമല്ല. എത്രയോ വ്യത്യാസമുണ്ട്. വർണ്ണം വേറെയാണ്, ജാതി വേറെയാണ്. പല പല വ്യത്യാസങ്ങളും അത് തമ്മിലൊക്കെ ഉണ്ട്. ഒക്കെ പിന്നീടുണ്ടായ ചില ദോഷങ്ങൾ അത്രേ പറയാൻ കഴിയുള്ളൂ. ഇപ്പൊ വീടായ വീടിന്റെ മുകളിൽ മാറാലുണ്ടാവില്ലേ? മാറാലുണ്ടെങ്കിൽ മാറാല തട്ടില്ലേ ചെയ്യുക? വീടന്നെ എടുത്ത് പൊളിക്കുകയോ? ഇല്ല. മാറാല മാറ്റുക, മാറാല തട്ടി മാറ്റുക, അത്രേ ചെയ്യാറുള്ളൂ. അങ്ങനെയുള്ള ചില ദോഷങ്ങളൊക്കെ അവിടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. മാറാലുണ്ടായിട്ടുണ്ട്, മാറാല തട്ടും. കുറെ വലിയ വലിയ പ്രാചീനമായ ഒരു തറവാടാവുമ്പോൾ അതിൽ മാറാലുണ്ടാവും. ചിലപ്പം ചില പൊടിശല്യങ്ങൾ ഉണ്ടാവും. പൊടിയൊക്കെ തട്ടി മാറ്റി നേരെയാക്കി എടുക്കുക. അതാണ് നമ്മുടെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ഈ ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമ കുറച്ച് സമയം ഈ ഒരു വേദിയിൽ വെച്ച്, ഈ ഒരു ഭൂലോക വൈകുണ്ഠം എന്ന് പ്രസിദ്ധമായ ഗുരുപവനപുരിയിൽ വെച്ച് പറയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചും കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഹരി ഓം. കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.